സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ശൈലി മാറ്റുമോ പുതിയ മന്ത്രി രമേശ് ചെന്നിത്തല? അധികാര ഏറ്റ ഉടൻ തന്നെ ചില നിർണായക ഇടപെടലുകൾ പുതിയ മന്ത്രി നടത്തുകയുണ്ടായി. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ച സംഭവം അടിയന്തരമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. മലയിടം തുരുത്തിയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള പോലീസ് ഇടപെടൽ അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകി. ഭരണമാറ്റത്തിന് തൊട്ടു പിന്നാലെ പോലീസിൽ സംഘടനാ നേതാക്കളെ സ്ഥലം മാറ്റി. ഇനി ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരുന്ന ഉന്നതതല യോഗം അതീവ ഗൗരവത്തോടെ ഉറ്റുനോക്കുകയാണ് കേരളം. കേരള പോലീസിന്റെ പ്രവർത്തന ശൈലി മാറ്റാനാകുമോ രമേശ് ചെന്നിത്തലയ്ക്ക്? പോലീസ് അതിക്രമങ്ങൾക്കെതിരെ കർശന നടപടികൾ ഇനി ഉണ്ടാകുമോ? രാഷ്ട്രീയ സ്വാധീനമില്ലാതെ പോലീസിന് പ്രവർത്തിക്കാനാകുമോ? അതോ പഴയ സംവിധാനത്തിൻ്റെ ഒരു പുതിയ മുഖം മാത്രമായിരിക്കുമോ ആഭ്യന്തര വകുപ്പ്? ന്യൂസ് 18 പൊതുവേദി ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ആദ്യ കോളർ ശരത്താണ് ബാലരാമപുരത്തും തരുന്നത്. ശരത്ത്, നമുക്ക് കുറച്ചധികം പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്ത് മാറ്റം ആഭ്യന്തര വകുപ്പിൽ ഉണ്ടാകുമെന്നാണ് ശരത്ത് കരുതുന്നത്? എന്തായാലും കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം അഴിമതിയെല്ലാം തുടച്ചു നീക്കും, നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. അത് അങ്ങനെ തന്നെ നടക്കട്ടെ, ഇത്ര എനിക്ക് പറയാനുള്ളൂ. ശരി, പോലീസിൽ എന്ത് മാറ്റം ഉണ്ടാകുമെന്നാണ് ശ്രീ മഹി കരുതുന്നത്? മൊഹി എന്നോടൊപ്പം ചേരുന്നു കിള്ളിപ്പാലത്ത്. കോൺഗ്രസിന്റെ ഭരിക്കും ഒരു മാറ്റം ഉണ്ടാവില്ല. അവര് ഇനി എത്ര ജയിൽ മരണം നടക്കാൻ പോണെന്ന് പറഞ്ഞൂടാ. അല്ല, അങ്ങ് വലിയ CPM കാരനാണല്ലോ. അപ്പൊ ഒരു മാറ്റം ഉണ്ടാവില്ലെന്ന് പറയുമ്പോ ഇപ്പൊ പോലീസിന്റെ സ്ഥിതി നല്ലതല്ല എന്ന് സമ്മതിക്കുന്നുണ്ടോ? അതോ നല്ലതാണെന്നാണ് പറയണേ? ഞങ്ങളുടെ രീതിയിലൊന്നും ലാക്കപ്പ് വേണമെന്നും ഉണ്ടായില്ല. പിന്നെ ഒരു മാറ്റം ഇല്ലാതിരിക്കല്ലേ വേണ്ടത്? അപ്പൊ ഒരു മാറ്റം ഉണ്ടാകാതിരിക്കല്ലേ വേണ്ടത്? നിങ്ങളുടെ കാലത്ത് വളരെ നല്ല പോലീസ് ആണെങ്കിൽ ഇപ്പൊ അതിൽ മാറ്റം ഉണ്ടാകാതിരിക്കല്ലേ വേണ്ടത്? അവര് മാറ്റം നോക്കാം, 6 മാസം പോട്ട്. ശരി, നോക്കാം. ഓക്കെ, അനിയൻകുട്ടൻ എന്നോടൊപ്പം ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. അനിയൻകുട്ടൻ, എന്ത് മാറ്റം ഉണ്ടാകും പോലീസിൽ എന്നാണ് അനിയൻകുട്ടൻ കരുതുന്നത്? എനിക്ക് തോന്നുന്നു അനിയൻകുട്ടൻ്റെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റി. ഏതായാലും എന്നോടൊപ്പം യൂട്യൂബിൽ നിറയെ പ്രേക്ഷകർ ചേർന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഷിജു ആണ്, സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസം പൊതുവേദിയിൽ പവർ ഫെയിലിയർ കാരണം വരാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള ഖേദമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഷിജു പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി രമേശ് ചെന്നിത്തല വിൽ ബി അണ്ടർ പ്രഷർ ആൻഡ് കനോട്ട് ഫങ്ഷൻ പ്രോപ്പർലി. തിരുവഞ്ചൂർ CM വുഡ് ഹാവ് എ ബെറ്റർ ചോയ്സ് എന്ന് എന്നോട് ഷിജു പറയുന്നു. ശശിധരൻ പിള്ള, ഹായ് മനു, എവിടെയായിരുന്നു കുറച്ച് ദിവസം എന്നൊക്കെ എന്നോട് ചോദിക്കുന്നു. മനു ഇല്ലാതിരുന്നിട്ട് ഒരു രസവും ഇല്ല എന്നാണ് ശശിധരൻ പിള്ള പറയുന്നത്. ഞാനും 2-3 ദിവസം യാത്രയിലായിരുന്നു എന്ന് ശ്രീ ശശിധരൻ പിള്ള പറയുന്നുണ്ട്. അപ്പോൾ എന്നെ കിട്ടാത്തതുകൊണ്ട്, എന്നെ കാണാത്തതുകൊണ്ട് ശശിധരൻ പിള്ള വളരെ ദുഃഖം അനുഭവിക്കുകയായിരുന്നു എന്നറിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ജയകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, പ്രമോദ് ചേർന്നിട്ടുണ്ട്, കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്, സുബൈർ എന്നോടൊപ്പം തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സുബൈറാണ് പോലീസിൻ്റെ നടപടികളെക്കുറിച്ച് ഏറ്റവും അധികം വിമർശനങ്ങൾ പൊതുവേദിയിൽ ഉന്നയിച്ചത്. നിരവധി സംഭവങ്ങൾ ഉണ്ടായി. അതിലൊന്ന് ഇപ്പോൾ നമ്മൾ ഓർത്തെടുക്കുന്നത് ഈ മഞ്ഞക്കുറ്റി നാട്ടലുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം നടന്ന സ്ത്രീകൾക്ക് നേരെയുള്ള ഒരു ആക്രമണമാണ്. അതോടൊപ്പം ഈ PG സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അറ്റാക്ക് നമ്മൾ കണ്ടു. കുന്നംകുളം സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടു. ഇതെല്ലാം നോക്കി കണ്ടപ്പോഴൊക്കെ തന്നെ വലിയ പരാതി ഉന്നയിച്ച ഒരാളാണ് പൊതുവേദിയിൽ സുബൈർ. എന്ത് മാറ്റം ഉണ്ടാവും സുബൈർ ഈ പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്? നമസ്കാരം. നമസ്കാരം. മനസ്സാറിന് 2 ദിവസം ലീവ് ആയിരുന്നില്ലേ? ഒക്കെ ഞാൻ വിളിച്ചിരുന്നു, കേട്ടിട്ടുണ്ടാവുമായിരുന്നു. അത് ആഭ്യന്തര വകുപ്പ് നമ്മുടെ രമേശ് ചെന്നിത്തല ഏറ്റു കഴിഞ്ഞു. ഇനി അവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും. അവിടെ ഈ കുറച്ച് സഖാക്കൾ പോലീസുകാർ എല്ലാവരും നമ്മൾ അധിക്ഷേപിക്കുന്നില്ല. നമുക്ക് വേണ്ടപ്പെട്ട പോലീസുകാരുണ്ട്, സഹായിക്കുന്ന പോലീസുകാർ. ഇപ്പൊ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ DYSP ഒരു KG സുരേഷ് സാറ് എവിടെ ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറ, അയാൾ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. ലാസ്റ്റ് സ്റ്റേഷനിൽ ചെല്ലുമ്പോ അവിടെ ചെല്ലുമ്പോ സമയം മാറും. സുബൈറിന് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അവിടെ അയാൾ പറഞ്ഞ് അയാളുടെ അടുത്ത് അന്വേഷിക്കും. ഞാൻ DSP പറഞ്ഞിട്ട് വന്നത്.
ലാസ്റ്റ് എന്നെ പിടിച്ച് പുറത്താക്കാൻ ബെല്ലടിച്ചവര് CIയുടെ ഉള്ളിലേക്ക് ഇരിക്കുമ്പോഴേ ആ ടേബിളിൽ ഇരിക്കുമ്പോൾ എന്നെ പിടിച്ച് ബെല്ലടിച്ച് പുറത്താക്കാൻ പറഞ്ഞു. പുറത്താപ്പം തന്നെ ഞാൻ സർക്കാർ ഇയാളെ വിളിച്ചു, DSPനെ വിളിച്ചു. സാറ് ഇവിടെ വന്നപ്പോ അവര് പറഞ്ഞ ആൾ ചെയ്തു തരുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത് സാറേ, ഞാൻ ഇനി എവിടേക്ക് പോകണ്ടെന്ന് ചോദിച്ചു. ആ ഫോൺ കൊടുക്ക്, ആ ഫോൺ മേടിക്കില്ല ആള്. അപ്പോഴത്തേനും ഇയാള് അവിടുത്തെ പോലീസുകാർ നിന്നെ DSPനൊക്കെ വിളിച്ചത് ഞങ്ങൾ ശരിയാക്കി തരില്ലേ, എവിടെ ശരിയാക്കി തരില്ല, എന്നെ പിടിച്ച് പുറത്താക്കാൻ പറഞ്ഞപ്പോ ഞാൻ ചെയ്യേണ്ടത് സാറല്ലേ പുറത്താക്കാൻ വന്നത്, ബെല്ലടിച്ചിട്ട് ഫോൺ മേടിച്ചിട്ട് പോലും എടുക്കില്ല. ഇത് നമ്മ നീതി ഇത് ചേർപ്പ് സ്റ്റേഷനില് അതിന്റെ കംപ്ലീറ്റ് സാറേ ഒരു ഫയലുണ്ട്, ഒരു ഫയലില്ലേ. ഞാൻ അപ്പൊ ഇന്നലെ മനുസാറെ മനുസാറല്ല കിരൺ സാറെ പറഞ്ഞേ അങ്ങനെ നീതി സുബൈർ എന്തിനും പൊക്കോ പിന്നാലെ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് മുന്നിൽ ഞങ്ങളുണ്ട് സുബൈറിന്റെ സംരക്ഷണത്തിന്. അപ്പൊ എനിക്കൊരു 30 ലക്ഷം രൂപ എനിക്ക് ചെലവായി. എന്റെ മോനൊരു ഡോഗ് ചാടി ആക്സിഡന്റില്. ലാസ്റ്റ് റിപ്പോർട്ട് എനിക്ക് തന്നു. ഞാൻ അങ്ങനെ ഒരു LLB എടുത്ത കട്ടീസിലായി ഇപ്പൊ സത്യം പറയാം. നിയമം ഏകദേശം നിയമങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ രമേശ് ചെന്നിത്തല വന്നുകൊണ്ട് ഇപ്പൊ എനിക്കറിയാം രമേശ് ചെന്നിത്തല എനിക്കറിയാം. ഷാർജയിൽ വെച്ച് എനിക്ക് കക്ഷിനെ അറിയാം. അവിടെ ഞാൻ കാണാറുണ്ട്. അന്നല്ലേ ഇപ്പൊ ഞാൻ അവിടെ വർക്ക് ചെയ്തത് മാധ്യമപ്രവർത്തകരിൽ വർക്ക് ചെയ്യുന്നത്. ഗൾഫ് ടുഡേ അൽക്കലി ന്യൂസ് പേപ്പറിൽ സർക്കുലർ സൂപ്പർവൈസർ വർക്ക് ചെയ്യുന്നതാണ്. എന്നിട്ട് അപ്പൊ അവിടെ ഇന്ത്യൻ അസോസിയേഷനിലൊക്കെ ഞാൻ പ്രധാന ഘടകങ്ങളിലുള്ള ഒരാളാണ് അവിടെ വയ്യാറായ്മൊക്കെയുള്ള ടൈമില്. അപ്പൊ അങ്ങനത്തെ ഒരു ചുറ്റുപാട് എനിക്കുണ്ട്. അപ്പൊ അന്ന് നമുക്ക് ഇങ്ങനെ ആവശ്യങ്ങളൊന്നുമില്ല. ഇവര് എല്ലാവരും നമ്പർ തരാറുണ്ട്. നമ്മൾ മേടിച്ചില്ല, ഉപയോഗിച്ചില്ല, ദുരുപയോഗം ചെയ്താന്ന് വെച്ചിട്ട് നമുക്കൊരു ആവശ്യം വരുമ്പോൾ എല്ലാത്തിനും ആവശ്യം വരും. അപ്പൊ ഒരാളും കിട്ടിയില്ല. ഇപ്പൊ രമേശ് ചെന്നിത്തല വന്നു. ഇവര് ചെയ്ത് നരനായിട്ട് സാറിനൊരു പ്രശ്നം വന്നു, സാറിന്റെ മോനൊരു പ്രശ്നം വന്നു. സാറിന് സ്റ്റേഷനിൽ പോയി സംസാരിക്കാനുള്ള അധികാരമില്ല. പിന്നെ എന്തിനാ ഒരു നിൽക്കുന്നത്? സുബൈർ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തു പോവുകയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നു. ഞാനതും കൂടി സുബൈറിനോട് പങ്കുവയ്ക്കാം. ഞാൻ എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമായിരുന്നു. ഏതാണ്ട് ഈ കുറച്ച് മാസങ്ങൾക്ക് മുന്നാണ്. അവൻ ഒരു വാട്ടർ ബലൂൺ വെച്ച് കളിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഒരു തുള്ളി വെള്ളം തൊട്ടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആ പരിസരത്തുള്ള ഒരാളുടെ ഒരു 10-30 വയസ്സായ ഒരാളാണ്, അയാളുടെ മേത്ത് തട്ടി എന്ന് പറഞ്ഞ് അയാളും മറ്റൊരു സഹായം കൂടി ചേർന്ന് ഈ പയ്യനെ പിടിച്ചടിച്ചു. സ്വാഭാവികമായും എൻ്റെ ഭാര്യ ഈ കുട്ടിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. 15 ദിവസം അതിനെ സംബന്ധിച്ചൊരു കേസെടുത്തില്ല. ഒടുവിൽ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തന്നെ ഈ അടിച്ച ആളുടെ ഫോട്ടോയും നമ്പറും ആ നാട്ടിൽ അവിടെ ചെന്ന് അന്വേഷിച്ച് കണ്ടെത്തി പോലീസിന് കൊടുത്തതിന് ശേഷവും പോലീസ് അതിലൊരു നടപടിയും എടുത്തില്ല. അതായത് 15 വയസ്സായ ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് അവസാനം അയാളെ വിളിച്ചു വരുത്തി എൻ്റെ മകനെതിരെ അയാളെ അടിച്ചു എന്ന തരത്തിലൊരു കേസും കൂടി 2 പേർക്കുമെതിരെ എടുക്കുകയാണ് ടൗൺ നോർത്ത് പാലക്കാട് പോലീസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചുകൊണ്ട് ADGPക്കൊരു പരാതിയൊക്കെ അയച്ചിരുന്നു. പിന്നെ അതിനുശേഷം കുറച്ച് നടപടികളൊക്കെ സുതാര്യമായി ചൈൽഡ് ലൈൻ വളരെ കാര്യക്ഷമമായി ഇടപെട്ടു. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഒരു മാധ്യമ പ്രവർത്തകനായ ഞാനും ഒരു അധ്യാപികയായ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഇൻചാർജായ ഭാര്യയും ചേർന്ന് ഒരു മകനെതിരെ 15 വയസ്സുകാരനായ ഒരു പയ്യനെതിരെ അടിച്ചപ്പോൾ അത് പരാതി കൊടുക്കാൻ ചെന്നിട്ട് 15 ദിവസം കേസെടുക്കാത്തൊരു പോലീസ്, ഈ നാട്ടിലെ സാധാരണ എഴുത്തും വായനയും അറിയാത്തൊരു മനുഷ്യൻ ചെന്നാൽ അവരെ എന്തു പറഞ്ഞ് പിന്തിരിപ്പിക്കുമെന്നാണ്. എൻ്റെ ഭാര്യയോട് നിരന്തര ഭീഷണിയാണ്. ഇത് കേസായാൽ ഇവൻ്റെ ഭാവി അവതാളത്തിലാവും, ഇവൻ ജീവിതത്തിൽ അങ്ങനെയായി പോകും. അപ്പോൾ എൻ്റെ ഭാര്യ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇവൻ കിരീടത്തിലെ മോഹൻലാലിനെ മാതിരി അവസാനം ഒരു വില്ലനായി പോകുമെന്ന്. ഏതായാലും വില്ലനായില്ല. അതിൻ്റെ SLC റിസൾട്ട് ആ പരീക്ഷയുടെ സമയത്ത് അവനെ വിളിക്കുന്നു. പിന്നെ അവൻ്റെ കൂട്ടുകാരുടെ മൊഴി വേണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു വലിയ സമ്മർദ്ദം ഈ SLC പരീക്ഷാ കാലഘട്ടത്തിൽ അവന് നേരിടേണ്ടി വന്നെങ്കിലും അവൻ എല്ലാ വിഷയത്തിലും A+ വാങ്ങി ജയിച്ചു എന്ന ഒരു സന്തോഷം കൂടി ഞാൻ ഇത് ചെയ്യണം. അപ്പോൾ എനിക്കുണ്ടായ ഈ അനുഭവം ഞാൻ വിചാരിക്കുന്നത് ഒന്നും എഴുത്തും വായനയും അറിയാത്ത ഒരാൾക്കാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതാണ്. അപ്പോൾ റെജിക്കത് സുബൈറിനത് സംഭവിച്ചതിൽ ഒരു തെറ്റും എനിക്ക് പറയാനില്ല. ഇത്രയും നിഷ്ക്രിയമായ ചില ഇടപെടലുകൾ പോലീസ്, ഞാൻ എല്ലാ ആളുകളുടെയും കാര്യത്തിൽ നിന്ന് പറയുകയില്ല, പക്ഷേ നമ്മളൊരു സാധാരണക്കാരൻ ഒരു ശരി ആവശ്യവുമായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവിടെ ഒന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഇല്ല. നിങ്ങൾ കേസ് കൊടുക്കണ്ട, നിങ്ങൾ പരാതിപ്പെടണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ, ഇതൊന്നും വലിയ കാര്യമല്ല, ഒരടിയല്ലേ കിട്ടിയുള്ളൂ. ഒരാളുടെ ഡിഗ്നിറ്റിക്കോ ആത്മാഭിമാനത്തിനോ ഒരു വിലയും കൽപ്പിക്കാത്തൊരു പോലീസ്. അതേസമയം ഒരു പോലീസിനോട് ആരെങ്കിലും തട്ടിക്കയറിയാൽ അവനെ പിടിച്ചുകൊണ്ടുപോയി അതിക്രൂരമായി അടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ സാധാരണ പൗരൻ്റെ നിലത്തിൽ അവൻ്റെ ആത്മാഭിമാനത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു പോലീസായി ഇത് അതപ്പതിച്ചു പോയോല്ലോ എന്ന് എനിക്ക് ഒരു ഘട്ടത്തിൽ തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ഏതായാലും സുബൈർ അത് പറഞ്ഞുകൊണ്ട് ഞാനും കൂടി എൻ്റെ കാര്യം കൂടി പറഞ്ഞതേ ഉള്ളൂ. സാറ് അത് മാത്രമല്ല, അതായത് ഞാൻ അവിടെ ഡെയിലി സന്ദർശിക്കുന്ന DSP ഓഫീസിൽ
DSP ഓഫീസിൽ എന്തും ഞാൻ അവിടെ ഉണ്ട്. ലാസ്റ്റ് അവിടെ ഉള്ള ചോദിക്കുന്നത് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന്. സാറേ കേൾക്കുന്നില്ല? വേറെ പണി ഞാൻ അപ്പൊ DSP സാറ് DSP KG സുരേഷ് സാറ് ആള് പറഞ്ഞേ അയാളെ മോന് സംഭവിച്ചതിന്റെ ബുദ്ധിമുട്ട് ആൾക്കല്ലല്ലോ, പിന്നെ ആളല്ലാണ്ട് വേറെ ആരെ വരിക? ആളന്വേഷിച്ച് ആൾക്ക് നീതി കിട്ടണ്ടേ? എന്താ കൊടുക്കാൻ പറ്റാ? ഇവര് പോലീസുകാരെ പോക്കറ്റിൽ നിന്ന് എടുത്ത് തരുന്ന ഗവൺമെന്റ് കൊടുക്കുന്ന പൈസനെ അത് മേടിച്ചു ആ ചെക്കന്റെ മുഖം നോക്ക്, ആ ഫോട്ടോ നോക്ക് എന്താന്നുള്ളത്. അതിന് അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോകുക, അവിടെ അങ്ങോട്ട് വിളിച്ചോറാന്ന്. ലാസ്റ്റ് ശനിയാഴ്ച എനിക്ക് വിവരാവകാശം വെക്കാൻ വിവരാവകാശം വെച്ചു. അപ്പൊ ഇതിലൊന്നിനും ഇല്ല നോ ഇല്ല ഇത് ബാധകമല്ല എന്നൊക്കെ എഴുതുന്നു. അതുകൊണ്ട് വീണ്ടും പോയി ഞാൻ രണ്ടാമത് കൊടുത്ത്. വേറെ CA പറഞ്ഞു നിങ്ങൾ വീണ്ടും പരാതി കൊടുക്കുക അല്ലെങ്കിൽ പുനരന്വേഷിക്കാൻ പറഞ്ഞു. കളക്ടർ അടുത്ത് സാറ് 5 പ്രാവശ്യം ഞാൻ പോയി. 5 പ്രാവശ്യം പോയതിന്റെ അതിന്റെ എക്ലമേഷന്റെ അടുത്തുണ്ട്. ഞാൻ എല്ലാം പോലീസ് ഇവിടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എല്ലാവരും ചുരുക്കാനെ കണ്ടില്ല. എന്തേ എനിക്ക് തന്നെ പരിപാടി പേപ്പർ വയ്ക്കുക, ടെക്നോളജി മേടിക്കുക, അത് കിട്ടിയില്ലേ പോയി ചോദിക്കുക എന്താന്ന്. അപ്പൊ അവർ വരും എന്ന് വരുന്ന എനിക്ക് രേഖ വേണ്ട അവർക്ക് കിട്ടിയെന്നുള്ളത്. ഇത് ഈ പിണറായി വിജയന് വിട്ട് ആഭ്യന്തര വകുപ്പിന് ലാസ്റ്റ് ഇവിടെ ഇവിടെ പെരിഞ്ഞനത്തെ ഒരു പഞ്ചായത്ത് കാലത്തിനപ്പ ഈ നമ്മുടെ രാജീവ് ഉണ്ടായിരുന്നു തദ്ദേശ വകുപ്പ് മന്ത്രി, ആൾക്ക് കൊടുത്ത്. അപ്പൊ എനിക്കൊരു ലെറ്റർ തന്നു അവിടുന്ന് നിങ്ങളുടെ പരിഗണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പൈസക്ക് ആയിട്ട് ഞാൻ DLHക്ക് വിടുന്നു പറഞ്ഞു. അന്നിട്ട് ആയില്ല. എനിക്ക് ഒരാൾ പൈസ തരാണ്ടായിരുന്നു. കാട്ടൂർ സ്റ്റേഷനിലുള്ള പരാതി കൊടുത്താണ് വീട് ഇതാക്കാൻ പറ്റുന്നത്. എന്നിട്ട് അവൻ ഇറക്കാൻ വന്നായിരുന്നു സഖാവ്. എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചതിന് പറ്റിച്ചതും പോരാ, എന്റെ പേരിൽ വേറെ കേസ് തന്നിട്ടുണ്ട് വീട് ആക്രമിച്ചെന്ന്. അപ്പൊ എനിക്ക് പരിചയമുള്ള പോലീസുകാരോട് വെച്ച് പറഞ്ഞേ നീ അതിബുദ്ധി കാണിക്കില്ല, നിന്നെ കുറിച്ച് നല്ല മാർക്കുണ്ട് ഇവിടെ, നീ സോളാർ വെച്ചിട്ട് എത്ര അടുത്ത് പറ്റിച്ചിട്ടുണ്ടാന്ന് ചോദിച്ചവനോട്. അപ്പൊ പറഞ്ഞത് അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്. അപ്പൊ എന്നോട് സുബീർ കേസ് ഞാൻ സാറെ കേസ് കൊടുത്ത അടുത്തൊന്നും ഞാൻ പോവില്ല, ഇതിന്റെ 10% അടയ്ക്കണം, അത് പറ്റൂല. അപ്പൊ നമ്മളങ്ങനെ താല്പര്യം ജീവിക്കണം. ഞാനിപ്പോ പ്രവാസി 23-30 വർഷം പ്രവാസിയായിരുന്നു. എനിക്ക് 60 വയസ്സ് കഴിഞ്ഞ്. നമ്മൾക്ക് അവരൊന്നും തരണ്ട. നമ്മളെ നീതി പണം കൊണ്ട് നമ്മൾക്ക് നീതി കിട്ടിയാൽ മതി. നമുക്ക് ഇന്ത്യൻ പൗരൻ സിറ്റിസൺ ഓഫ് ഇന്ത്യക്ക് ഒരു റൂളില്ലേ, ഒരു റെഗുലേഷൻ ഇല്ലേ? നമ്മളെ സഹായിക്കലാണല്ലോ പോലീസുകാരുടെ രക്ഷ അല്ലെ? ഞാൻ ഈ പോലീസുകാരെ സഹായിക്കാൻ വേണ്ടി എന്റെ വീടിന്റെ മുന്നിൽ 2 ക്യാമറ വെച്ചുള്ള റോഡിലേക്ക് എന്ത് വന്നാലും എന്ത് പറ്റിയാലും അവരോട് ഒന്ന് എന്നെ ചെക്ക് ചെയ്യാറ്. അത് പറയും ഞാൻ ഒക്കെ ചെക്ക് ചെയ്തോ നോക്കിക്കോ. അത് നമുക്ക് ശത്രുക്കൾ ഉണ്ടാക്കണം നമ്മൾ അല്ലേ? സമയം അതിക്രമിച്ചുകൊണ്ടാണ്. അപ്പൊ ഇനി നമുക്ക് ഈ പോലീസിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. പിണറായി മാറ്റങ്ങൾ വരുത്തും ഞങ്ങള്, അല്ലെങ്കിൽ UDF ഉണ്ടാവൂല, വരുത്തി കൊണ്ടുവരും. ഈ പൂജാരിനൊക്കെ ഇടിച്ചിടി സാറ് കണ്ടില്ലേ പൂജാരിനെ കുന്നംകുളത്ത് വെച്ചിടിച്ചത്, പിന്നെ ഇവിടെ വെച്ചിടിച്ച് പാലക്കാട്. ഇന്ന് ഞാൻ ആ സ്റ്റേഷനിൽ പോയിട്ടായിരുന്നു വേറെ കാര്യത്തിന് വേണ്ടിയിട്ട്. ശരി, വ്യക്തമാണ് താങ്കളുടെ ഇത്. അപ്പൊ മറ്റു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പൊ എന്നോടൊപ്പം പോൾ ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. പോൾ ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം മറ്റു ചില പ്രേക്ഷകർ യൂട്യൂബിൽ ചേർന്നെങ്കിൽ പ്രമോദ് നാണു പറയുന്നു പഴയ കുബേരൻ ആകാതിരുന്നാൽ മതി എന്ന് പറയുന്നു. കിഷോർ കോന്നി എന്നോടൊപ്പം ഹായ് എന്ന് പറഞ്ഞ് ചേരുന്നുണ്ട്. ഗ്ലാഡിയേറ്റർ ഉണ്ട്. ലഹരി വിപണിയിൽ പോലീസുകാരുടെ സഹായം ഉണ്ട് എന്ന് 2 ദിവസം മുമ്പ് വന്ന വാർത്ത കണ്ടു. അത് ഇല്ലാതാകാതെ നാട് നന്നാകില്ല എന്ന് പറയുന്നു. വെള്ളാപ്പള്ളി സുകുമാരേട്ടൻ ഇവരെല്ലാം ആകെ വിഷമത്തിലാണ് മനു. ഏതായാലും ഉരുകിയത് ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ആശ്വാസമായി എന്ന് എന്നോട് ശശിധരൻ പിള്ളൈ പറയുന്നു. മാഹിയുടെ പോലീസ് വളരെ നന്നായിരുന്നു. കൊച്ചിനെ ഒക്കത്തിരുത്തി ഭർത്താവിനെ അന്വേഷിച്ചു വന്ന സ്ത്രീയുടെ കരണത്തടിച്ച പോലീസല്ലേ ഇത് എന്ന് ചോദിക്കുന്നു. കേന്ദ്ര സർക്കാർ ബീഫ് നിരോധിച്ചപ്പോൾ കേരള പോലീസ് ക്യാമ്പിൽ ബീഫ് നിരോധിച്ചവർ ആണ് രമേശ് ചെന്നിത്തല കണ്ടറിയണം വരണം എന്ന് പറയുന്നു. കാക്കി മാറ്റിയാലേ പോലീസ് മാറൂ എന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. ഡോക്ടർ MP മണി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഡോക്ടർ MP മണി പറയുന്നത് ഓരോ ദിവസവും രാവിലെ മുതൽ വാർത്തകളിൽ നിറയുന്നത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ആക്രമണങ്ങളുടെയും കൊലപാതകങ്ങളുടെയും മറ്റ് നിരവധി കുറ്റകൃത്യങ്ങളുടെയും വാർത്തയാണ്. ഈ അവസ്ഥ മാറുമോ എന്നാണ്. കുറ്റകൃത്യങ്ങളുടെ റേറ്റ് കുറയ്ക്കാൻ ഉള്ള ഒരു ശക്തമായ ഇടപെടൽ ആണ് പ്രധാനമായും പോലീസിന് ആവശ്യം. പല ആളുകളും എന്നോട് പറയുന്നൊരു കാര്യം, ഈ പലപ്പോഴും പോലീസിനെ അവസാനം കൊണ്ടെത്തിക്കുന്നത് ഈ പെറ്റി കേസിൽ ആളുകളെ വേട്ട നടത്താനായി ഒക്കെ ഉള്ള ഒരു സേന എന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ട് അധപ്പതിപ്പിക്കുന്ന രീതി പല ഘട്ടത്തിലും കാണാറുണ്ട്. കാരണം സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ അവരെ അഴിച്ചുവിടുന്ന ഒരു രീതിയാണ്. അപ്പോൾ അത് മാറുമെന്നാണ് ഞാനും വിചാരിക്കുന്നത്. ഡോക്ടർ MP മണി, അപ്പോൾ മനുവിൻ്റെ അനുഭവം കേൾക്കുന്ന സഖാക്കൾ മറുപടി പറഞ്ഞേ പറ്റൂ എന്നാണ്. അപ്പോൾ അതിൽ സഖാക്കളെ ഞാൻ കുറ്റം പറയുന്നില്ല. ഞാൻ പറയുന്ന പോലീസിൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഒരു രാത്രിയാണ് നടക്കുന്നതെന്ന് ആലോചിക്കണം. കാരണം സ്കൂൾ വിട്ടിവൻ വീട്ടിലെത്തി അതിന് ശേഷമാണ് ഇത് പറയുന്നത്. അപ്പോൾ ഭാര്യ അവരുടെ സ്കൂൾ കഴിഞ്ഞാണ് വീട്ടിലെത്തുന്നത്. അങ്ങനെ 5 മണിക്ക് ശേഷമാണ് ഇവർ പോലീസ് സ്റ്റേഷനിലേക്ക് 6 മണിയൊക്കെ കഴിഞ്ഞാണ് ആവുമ്പോഴാണ് പോകുന്നത്.
അപ്പോൾ ഈ 6 മണിയൊക്കെ ആയി പോലീസിനെയൊക്കെ കാണുമ്പോൾ 7 മണിയൊക്കെ ആകുകയാണ്. അപ്പോഴും ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ പോലീസ് ചെയ്യുന്നത് എനിക്കതിൽ ഏറ്റവും രസമായി തോന്നിയത് ഈ പരാതിക്കാരനായ ഈ 15 വയസ്സുകാരനെയാണ് ഈ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത്. നീ കാണിച്ച തെമ്മാടിത്തരം കാണിച്ചാൽ നാട്ടുകാർ കൈവയ്ക്കുമെന്ന് നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെയുള്ള തരത്തിലാണ് പോലീസിൻ്റെ സംസാരം. ഇത് പാലക്കാട് ടൗൺ നോർത്ത് സ്റ്റേഷനിൽ നടന്നൊരു സംഭവമാണ്. തുടർന്ന് ഞാൻ പല ആളുകൾക്ക് പരാതി അയച്ചു. പക്ഷേ ഇത് പരാതി അയച്ചതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഞാനത് എൻ്റെ ഒരു രീതി എന്ന നിലയിൽ പ്രതികരിച്ചു. പക്ഷേ എനിക്ക് അറിയാമായിരുന്നു ഇത് ഇന്നല്ലെങ്കിൽ നാളെ മാറും. അവിടെ വലിയൊരു ഒരു ഇടപെടൽ നടത്തിയത് ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്ന് CWCൻ്റെ ചെയർമാൻ ഈ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി വളരെ ഗൗരവമായി എടുക്കുകയും പോലീസിനോട് അതിൽ കൃത്യമായ നടപടി എടുക്കാത്ത പക്ഷം അതിൽ തുടർ നടപടികൾ ചൈൽഡ് വെൽഫെയർ സമിതിക്ക് എടുക്കാൻ കഴിയും എന്ന് അദ്ദേഹത്തെ നല്ല രീതിയിൽ ധരിപ്പിക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് അവർക്കത് മുന്നോട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അത് അങ്ങനെയും ചില ആളുകളുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് ജില്ലയിലെ ചൈൽഡ് വെൽഫെയർ സമിതി പോലെ. അപ്പോൾ ജയകുമാർ പറയുന്നു, പത്രപ്രവർത്തകൻ ബഷീറിൻ്റെ കാര്യം നിങ്ങളുടെ പോലീസിൻ്റെ കാലത്തല്ലേ നടന്നത് എന്ന് മഹി എന്ന് ചോദിക്കുന്നു. ഉസ്മാൻ ഒരു കലക്കും എന്ന് പറയുന്നു. ഇന്നലെയും പോലീസ് സമരക്കാരുടെ നെഞ്ചിൽ ചവിട്ടി എല്ലാം രക്ഷാപ്രവർത്തനമാണെന്നാണ് എന്നോട് മനോജ് കുമാർ പറഞ്ഞത്. ഇതൊക്കെ രക്ഷാപ്രവർത്തനമാണ്. അവരുടെ മന്ത്രി പറഞ്ഞ വാക്കുകളാണ്. അവർ സ്റ്റേഷനിൽ ചെല്ലുന്നു, പരാതിക്കാരോട് പറയുന്നു കടക്ക് പുറത്തുനിന്ന്. പ്രസാദ് KB എന്ന് പറയുന്നു, ഒരു മാറ്റവും നിങ്ങൾ പോലീസിൽ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നു. പ്രവർത്തകർ പറയുന്നത് കൂടി കേട്ടേ ഈ സർക്കാർ ഭരിക്കുകയുള്ളൂ, പഴയ അവസ്ഥ ഉണ്ടാകാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുന്നു. നമ്മൾ ഒരു പരാതിയുമായി പോലീസ് ഏറ്റവും വലുത് ഈ പോലീസിൻ്റെ ഒരു പ്രശ്നം, പരാതിയുമായി ചെല്ലുന്നവർക്ക് ഒരു ഇതില്ല. ഒരു പരാതിയുമില്ലാത്ത കേസുകളിൽ പോലീസ് ആക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അവർക്ക് തോന്നിയ കാര്യങ്ങളിൽ അവർ ആളുകളെ ഓടിച്ചിട്ട് പിടിക്കും. പുകവലിക്കുന്നവന് വേണമെങ്കിൽ ഓടിച്ചിട്ട് പിടിക്കും, അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ ഒരുത്തൻ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അവനെ ഓടിച്ചിട്ട് പിടിക്കും. അത് പോലീസിൻ്റെ ഒരു ആവശ്യമായതുപോലെ. അതേസമയം ഒരു പരാതിയുമായ ഒരാൾ ചെന്നാൽ അത് വളരെ നിസ്സംഗമായി കാണുന്ന ഒരു രീതി പലപ്പോഴും പോലീസിൽ ഉണ്ടായിട്ട്. എന്നോടൊപ്പം പ്രേമരാജൻ കണ്ണൂരിൽ നിന്ന് ചേരുന്നു. ശ്രീ പ്രേമരാജൻ, കുറേ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ടല്ലേ? ഞാനില്ലാതെ പോയതാണ്. അല്ല, നിങ്ങളുള്ള സമയത്ത് കിട്ടുന്നുള്ളൂ. അതെ, പിന്നെ വേറെന്തൊക്കെയുണ്ട്? സുഖമായി പോകുന്നു. അവിടെ നല്ല അന്തരീക്ഷമാണോ? മഴയൊക്കെ ചൂടാണോ? കണ്ണൂരിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടോ? മഴ 2-3 പ്രാവശ്യം കിട്ടി. അതെ, എന്നാലും കുമിർച്ചയാ, ഭയങ്കര കുമിർച്ചയാ. പുതിയ സർക്കാരൊക്കെ അധികാരത്തിൽ വന്നിട്ട് കണ്ണൂർക്കാരൊക്കെ എന്താ പറയുന്നത് ശ്രീ പ്രേമരാജൻ? എന്ത് പറയാ, ഭരിക്കട്ടെ, ഭരിച്ച് നല്ലതാകട്ടെ. ആണോ? ഭരിച്ചിട്ട് നല്ല ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാ. ഈ ഫ്ലെക്സ് ബോർഡുകളെല്ലാം പരമാവധി ഒഴിവാക്കാൻ പറയാ. കണ്ടമാനം ഈ PR വർക്കിനുള്ള ഫണ്ട് ഗവൺമെന്റ് ഒഴിവാക്കുക, ആ പൈസ നാടിന് മേടിച്ചിടുക. എല്ലായിടത്തും ഈ ഫ്ലെക്സ് ബോർഡ് ആണല്ലേ ഇപ്പൊ മൊത്തത്തിൽ പുറത്തിറങ്ങിയാൽ ഒന്നും കാണാനില്ല, ഫ്ലെക്സ് ബോർഡ് മാത്രം തട്ടി നടക്കാൻ വയ്യ അല്ലേ? ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് വരുന്ന സർക്കാരുകൾ ഒഴിവാക്കി തന്നെ. അപ്പൊ നമ്മൾ പോലീസിനെ കുറിച്ചായതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് അധികം കടക്കുന്നില്ല. ഏതായാലും വ്യക്തമാണ്. സുബ്രഹ്മണ്യൻ എന്നോടൊപ്പം ചേരുന്ന പെരുമ്പാവൂരിൽ നിന്നാണ്. സുബ്രഹ്മണ്യൻ, ഈ പോലീസ് മാറും എന്ന് സുബ്രഹ്മണ്യൻ കരുതുന്നുണ്ടോ? മനസ്സാണ്. നമസ്കാരം. നമസ്കാരം. പോലീസ് മാറും എന്നല്ല, മാറണം. എല്ലാ മേഖലയിലും ഒരു മാറ്റം വരണം, അതാണ് ജനം ആഗ്രഹിക്കുന്നത്. പോലീസ് സേനയിൽ മാറ്റം വരുത്തുവാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയും. ഏതായാലും ഒരു അടിയന്തര യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട് ഉന്നതതല ഉദ്യോഗസ്ഥരുടെ. അപ്പോൾ ഒരു ജനകീയ മുഖം പോലീസിന് വീണ്ടും കൈവരും എന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇവര് തുടങ്ങിയപ്പോൾ തന്നെ പോലീസ് സേനയിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് പോലീസ് മേധാവികൾക്കും പലവിധമായിട്ടുള്ള പേടി തോന്നിയിട്ടുണ്ട്. ഇവരെന്തൊക്കെ ചെയ്യും, കഴിഞ്ഞ ഭരണത്തിൽ അവർ ചെയ്തു കൂട്ടിയതെല്ലാം എതിരായിട്ട് ചെയ്യുമെന്നുള്ളൊരു ഭയം ഉണ്ട്. ഇന്ന് കോട്ട് ഇല്ലാതെയാണല്ലോ, നല്ല സ്റ്റൈലാണെന്ന് എങ്കിലും കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. കോട്ടില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. കോട്ട് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് നടക്കാനൊക്കെ തുടങ്ങി, അപ്പോൾ എൻ്റെ വയറ് കുറച്ച് കുറഞ്ഞെന്ന് എനിക്കൊരു ചെറിയൊരു ആത്മവിശ്വാസം. ഞാൻ സത്യത്തിൽ അങ്ങേക്ക് അറിയാലോ, ഞാൻ ഈ കോട്ടിടുന്നത് ഈ വയറ് കൂടിയ ഒരു ഘട്ടത്തിലാണ്. കുറച്ച് വയറ് കുറഞ്ഞു. അങ്ങനെ അത് കുഴപ്പമില്ല, നല്ലൊരു സ്റ്റൈലാണ് കോട്ടിടുന്നത്. പിന്നെ മോഹൻലാല് കടല് മനസ്സാറ് ഇത് കണ്ടാൽ മതി വരും. അപ്പോ നമ്മള് സിംഗപ്പൂരിലുള്ള മലയാളി പ്രേക്ഷകർക്ക് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ, അങ്ങയുടെ പ്രിയ പത്നി സിംഗപ്പൂരിലാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഒരു ഹായ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നോട് പറയുന്നത് എല്ലാവരും അവരുടെ മന്ത്രി പറഞ്ഞൊരു വാചകമാണ്. അവർ സ്റ്റേഷനിൽ ചെല്ലുന്ന പരാതിക്കാരോട് കടക്ക് പുറത്ത് എന്ന് അവർ പറയുന്നു. പ്രസാദ് KB പറയുന്നു, ഒരു മാറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നാണ് പ്രസാദ് പറയുന്നത്. മോണിക്ക ജവാൻ
എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അവർ പറയുന്നു പോലീസിൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരില്ല, പാർട്ടിക്ക് സ്വാധീനമുള്ള പോലീസ് മാറി വരും, പോലീസ് മുകളിലിരിക്കുന്ന ഒരു കംപ്ലൈൻറ്റ് പോർട്ടൽ വേണം, അവർക്ക് പോലീസുമായി ഒരു ബന്ധവുമില്ലാത്തവർ ആയിരിക്കണം എന്നാണ് മോണിക്ക ജവാൻ എന്നോട് പറയുന്നത്. മോണിക്ക ജവാൻ, അങ്ങനെ ഒരു അതോറിറ്റി ഉണ്ട്, പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി. സത്യത്തിൽ ഞാൻ ഒരു ഘട്ടത്തിൽ ഒരു കാര്യത്തിൽ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ സമീപിച്ച ഒരുപാട് ആളുകളുടെ വിശദാംശങ്ങൾ എനിക്കറിയാം. അവരെല്ലാം ഒറ്റ ശ്വാസത്തിൽ എന്നോട് പറയുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഈ സാധനം പിരിച്ചുവിടുന്നതാണ് നല്ലത്. കാരണം ഇത്രയും ഒരു ക്രിയാത്മകമല്ലാത്ത ഒരു സംവിധാനമായാണ് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത് എന്ന്. ഒരുപക്ഷെ അതൊരു കോടതിയുടെ സെമി ജുഡീഷ്യൽ സംവിധാനമാണ്. പക്ഷേ ഇന്ന് വരെ എനിക്ക് പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ നിന്ന് സംസ്ഥാന തലത്തിൽ പലപ്പോഴും നീതി കിട്ടിയിട്ടുണ്ട്, ജില്ലാ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിൽ നിന്ന് ഒരു നീതി കിട്ടി എന്ന് പറഞ്ഞ ഒരാളും ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞ നിരവധി ആളുകളെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ സാഹചര്യം. ശിവദാസൻ ടി കെ എന്നോട് പറയുന്നു UDF ഹാസ് ടു ചേഞ്ച് ദി മൈൻഡ് സെറ്റ് ഓഫ് ദ പോലീസ് ബിക്കോസ് സർട്ടൻ ക്രൂവൽ മെൻ ആർ ഇൻ ദ സേന, നോ വൺ ക്യാൻ ചേഞ്ച് ദം എന്ന് പറയുന്നു. തോമസ് മാത്തൻ പറയുന്നു പ്രതിപ്പട്ടികളിലുള്ള പോലീസുകാരെ പിരിച്ചുവിട്ടാൽ മറ്റുള്ളവർക്ക് ഭയം ഉണ്ടാകും എന്ന് പറയുന്നു. AK കൃഷ്ണൻകുട്ടി നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്, നമസ്കാരം എന്ന് പറയുന്നു. വിലക്കയറ്റം തടയാൻ 30 ഗുസ്തിക്കാരെ ഇറക്കും എന്ന് ഷിജു പരിഹസിക്കുന്നുണ്ട്. കേരള പോലീസ് ആ ഭ്രൂണം പിടിച്ചോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, കൃഷ്ണൻകുട്ടി പറയുന്നു പോക്കില്ലാത്തവൻ പോലീസിൽ എന്നൊരു ചൊല്ലുണ്ട് പണ്ട് എന്ന് പറയുന്നു. ഓക്കെ, റെജി എന്നോടൊപ്പം ചേരുന്നത് ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ റെജി, രമേശ് ചെന്നിത്തല 30 വയസ്സിൽ മന്ത്രിയായ ഒരാളാണ്. അദ്ദേഹത്തിന് ഭരിക്കാനൊക്കെ അറിയാം. പക്ഷേ അത് നമ്മുടെ ആഭ്യന്തര വകുപ്പിലെത്തുമ്പോൾ ഇന്ന് തന്നെ കണ്ടില്ലേ, ആളുകളെ കൂട്ടത്തോടെ ഇറക്കി വിടുകയാണ്. പെരിയാർ ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ കൂട്ടത്തോടെ ജയിൽ വകുപ്പ് ഇറക്കി വിടുകയാണ്, പോയി വീട്ടിൽ ഉല്ലസിക്കാൻ അവസാന നിമിഷം പോലും കൊടുത്തിരിക്കുക. ഇപ്പം ആഭ്യന്തരമന്ത്രി അതിൻ്റെ റിപ്പോർട്ട് ചോദിച്ചിരിക്കുകയാണ്. ഈ സംവിധാനത്തെ തിരുത്താൻ ഒരു രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുമോ റെജി? 100% രമേശ് ചെന്നിത്തല ജനകീയനാണെന്ന് മനു ഭാര്യയും മകനുമായിട്ട് അപേക്ഷ കൊടുത്ത കാര്യം പറഞ്ഞ് ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. സ്റ്റേറ്റ് വണ്ടിയായിട്ട് അവർ നിങ്ങൾ 4 പേര് ഇറങ്ങി റോഡിൽ നിന്ന് കൈയാടിച്ചാൽ ഈ മന്ത്രി ആ പരാതി സ്വീകരിക്കും, തോളത്ത് കൈവച്ച് കാര്യം കേൾക്കും, ഗൗരവതരമായ നടപടി സ്വീകരിക്കുന്ന ഒരു മന്ത്രിയാണ്, ജനകീയനാണ്. അത് മാത്രമല്ല ഹേമേന്ദ്രൻ സാറാണ് ഉപദേഷ്ടായിരിക്കുന്നത്. നമ്മളൊന്ന് പഠിച്ചിരുന്നോണം, ക്രിമിനലുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നോണം. ഇവിടെ പഴയ ഹേമേന്ദ്രൻ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ് എൻ്റെ അനുഭവത്തിലെ അറിവ്. അദ്ദേഹം നേരത്തെ അനുഭവമുള്ള ഒരാളാണ് അദ്ദേഹം. അപ്പം ധീരമായി പോകാം. ആർക്കും വഴിയിൽ തടഞ്ഞു നിർത്തി അപേക്ഷ കൊടുത്താൽ സ്വീകരിക്കുന്ന മിനിസ്റ്ററാണ് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി. 100% ഉറപ്പ് വരുന്നു. ശരി, നോക്കാം. അപ്പോൾ നമുക്ക് അതൊരു വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ അനിയൻകുട്ടൻ ടെലിഫോണിലുണ്ടോ? നേരത്തെ ഞാൻ വിളിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ടെലിഫോണിൽ എന്തോ പ്രശ്നമുണ്ടായി. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അങ്ങ് ഇല്ലെന്നാണ് വിചാരിച്ചത്. ഓക്കെ, അനിയൻകുട്ടൻ, അങ്ങക്ക് എന്ത് തോന്നുന്നു, ഈ പോലീസ് സംവിധാനത്തെ തിരുത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു മാന്ത്രിക വടിയുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടോ? എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ് കേട്ടോ. ഈ രമേശ് ചെന്നിത്തല ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം. കേരളത്തിലെ പൊതുവേദി പ്രേക്ഷകർ വലിയൊരു വിഭാഗം അദ്ദേഹത്തിൽ വലിയ വിശ്വാസമാണ് അർപ്പിക്കുന്നത്. പിന്നെ അതുകൊണ്ട് അതപ്പം UDF സർക്കാർ വന്ന VDS സർക്കാരാണ് ഇവിടെ പറയുന്നത്. അതിൽ ആ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാം. ആരെ നിലയ്ക്ക് നിർത്തണം, എവിടെ നിർത്തണം, എങ്ങോട്ട് വിടണം, എവിടെ ഇരുത്തണം ഒക്കെ അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാവുന്ന കക്ഷികൾ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം രക്ഷാപ്രവർത്തനം നടത്തിയുള്ള പരിപാടിയൊന്നും ഇനി നടക്കുകയല്ല. നിങ്ങൾ തന്നെ ഓരോ റിപ്പോർട്ട് ചെയ്യുന്നതല്ലേ, എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. കമ്മ്യൂണിസം ഭരിച്ചാകെ അവരെ രാജ്യത്തൊക്കെ ഭരിക്കുന്നവരാണ് ഇങ്ങനെ ഈ കേരളത്തിൽ ഇങ്ങനെ പാവപ്പെട്ടവനെ കുസുമാലിന്യം സ്വർണ്ണമാല കത്തെടുത്തെന്ന് പറഞ്ഞ് കൊണ്ടുപോയി കുസുമാലിന്യം കുടിപ്പിക്കുക. അതിനൊക്കെ എന്തോ കേസെടുത്ത് മനസ്സാറൊന്ന് ആലോചിച്ച് നോക്കി. അതുപോലെ എത്രയോ തൃശ്ശൂർ തന്നെ ആ ചെറുപ്പക്കാരനെ ഇടിക്കുന്നുണ്ട്. എന്ത് പറ്റി കഴിഞ്ഞൊക്കെ ഇങ്ങനൊന്നും പോയാൽ പോരാ. ഇങ്ങനെ കാണിക്കുന്ന പോലീസുകാരെ അന്നേരട്ടാ തുപ്പി അവിടെ ഊരി വെച്ച് നീ ഇതിന്റെ പണി എന്ന് നോക്കിയോളാൻ പറയാനുള്ള തന്റെ ഇടവും കഴിവുള്ള സർക്കാർ ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത്. നമ്മുടെ സമയം ഇങ്ങനെ അതിക്രമിക്കുന്നതുകൊണ്ടാണ് അങ്ങ് പറയുന്നത് വ്യക്തമാണ്. അപ്പൊ ശ്രീ റഷീദ് കൊയിലാണ്ടി നമുക്കിപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ റഷീദ് കൊയിലാണ്ടി, അങ്ങ് പ്രതീക്ഷിച്ചതുപോലെ, അങ്ങ് പറഞ്ഞതുപോലെ, അങ്ങ് പ്രഡിക്റ്റ് ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നിരിക്കുന്നു. അപ്പോൾ ഇനി ബാക്കി അങ്ങ് പ്രഡിക്റ്റ് ചെയ്തിരുന്നു വലിയൊരു മാറ്റം ഈ സർക്കാർ കൊണ്ടുവരും എന്ന്.
പ്രത്യേകിച്ച് ഈ രക്ഷാപ്രവർത്തനം വലിയ വിവാദമായ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങിത് പറഞ്ഞതാണ്. അങ്ങനെ ഒരു വലിയ മാറ്റം നമ്മുടെ സേനയ്ക്കകത്ത് ഉണ്ടാകുമോ ശ്രീ റഷീദ് കൊയിലാണ്ടി? പോലീസ് സേനയെ നല്ല രൂപത്തിലും നല്ല നിലയിലും കൊണ്ടുപോകാൻ പ്രിയങ്കരനായ രമേശ് ചെന്നിത്തലയ്ക്ക് സാധ്യമാവട്ടെ എന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാൻ, അവസാനം ചിലപ്പോൾ മറ്റൊരാൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കട്ടായി പോകുന്ന ഫസ്റ്റിൽ തന്നെ ഈ ഒരു കാര്യം പറയുന്നത്. കാരണം പോലീസ് സേനയിലുള്ള ഒരു വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ട പോയ വിശ്വാസം വീണ്ടെടുക്കാൻ നമുക്ക് സാധ്യമാണ്. നമുക്കറിയാലോ, കേരളയിൽ ഇപ്പൊ ഇന്ന് ചർച്ച ചെയ്ത വിഷയം അതായിരിക്കും എന്ന് ഞാൻ കരുതിയിരുന്നു. കേരളയിൽ വിഷയത്തിൽ പാവപ്പെട്ട ആളുകൾ സമരം ചെയ്തപ്പോൾ അവരെ കള്ളക്കേസിൽ കുടുക്കി ഇപ്പോഴും അവരെ ജയിലിലേക്കും കോടതിയിലേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ആ കേസുകളൊക്കെ പിൻവലിക്കാൻ പോവുക. അതെല്ലാം കള്ളക്കേസുകളാണെന്ന് അന്നേ നമ്മൾ പറഞ്ഞതാണ്, ഇപ്പോഴും പറയുന്നു. ഇപ്പോൾ ഗവൺമെന്റിനും ഇപ്പോൾ വന്നിട്ടുള്ള ഗവൺമെന്റിനും അതൊക്കെ ഒരു അന്നത്തെ ആ സംഭവം ഞാൻ പലതും റിപ്പോർട്ട് ചെയ്യാൻ പോലുള്ള മനുഷ്യന്റെ സ്വാഭാവിക പ്രതികരണമാണ്. നമ്മുടെ വീട്ടിൽ ആരും ചോദിക്കാതെ ഒരു കുറ്റി കൊണ്ടുവന്ന് അടിക്കുകയാണ്. സ്വാഭാവികമായി അവിടെയുള്ള ആളുകൾ ചോദിക്കൂലേ, ഇത് എന്റെ വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ ഇറങ്ങിയ സ്ത്രീയെയും കുട്ടിയെയും പിടിച്ചു വലിക്കുന്നു, ബൂട്ടിട്ട കാലി വെച്ച് ചവിട്ടുന്നു. ആ കാലം കഴിഞ്ഞു. അത് തന്നെ മതിൽ വല്ലതും അടച്ച ആ മതിലിന്റെ മേലെ കയറി വരികയാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു അറിയിപ്പ് ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ വീടുകളിൽ അടുക്കളയിലും നടുഭാഗത്തും റൂമിലും ബെഡ്റൂമിലും കിണറ്റിന്റെ മുകളിൽ അടക്കം മഞ്ഞക്കുട്ടികൾ സ്ഥാപിച്ച് അവരെയെല്ലാം കള്ളക്കേസ് കുടുക്കി നമ്മൾ കണ്ടതിലെ വലിച്ചെടുക്കുന്നൊക്കെ. അതേപോലെ ഈ ലഹരി മാഫിയ വിളയാടിക്കാൻ അവർക്കൊക്കെ വിളയാടാനുള്ള അവസരം ഉണ്ടായി കൊടുക്കുകയാണ്. ഈ ലഹരി മാഫിയാണ് ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ അക്രമങ്ങളുടെയും കൊലപാതകങ്ങളുടെയും കുടുംബകലഹങ്ങളുടെയും മറ്റെല്ലാറ്റിന്റെയും കാരണം അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്. ആ നിലപാടൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവരാണ് ഈ രാജ്യദ്രോഹികൾ എന്ന് തന്നെ പറയാം. ഈ നാട്ടിന്റെ ശാപമായവർ അവരെയൊക്കെ നിലനിർത്തി നിർത്താൻ ഈ സേനയ്ക്ക് സാധ്യമാവണം. അതിനാണല്ലോ സേന. സത്യവും നീതിയും ന്യായവും നടപ്പിൽ വരുത്താനാണ് അവർ ഉണ്ടാവേണ്ടത്. ഭരണത്തിന്റെ സിമ്പതി പത്താനും അവരെ എല്ലാ നിലയിലും സംരക്ഷിക്കാനും വേണ്ടി മാത്രമല്ല, നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തി വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്തമാണ് നിയമപാലകർക്കുള്ള. ആ പ്രത്യേകിച്ച് ഈ സ്ത്രീകളൊക്കെ രാത്രി, ഞാനിവിടെ തിരുവനന്തപുരത്തുണ്ടായ ഒരു അനുഭവം പണ്ട് ഓർക്കുകയാണ്. ഒരു സ്ത്രീ, അവരെ ഒരാൾ പുറകിൽ വന്ന് ആക്രമിക്കാൻ വരുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് പരാതി തരാൻ പറഞ്ഞ ഇതാണ് പോലീസിന്റെ രീതിയെന്ന്. അത് മാറുകയായിരിക്കും ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. അതായത് നിർഭയമായി സ്ത്രീകൾക്കൊക്കെ പുറത്തിറങ്ങാനും പുറത്ത് സഞ്ചരിക്കാനും, അത് ഏത് സമയത്താണെങ്കിലും, ഉച്ചക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും രാത്രിക്കാണെങ്കിലും അവർക്കൊക്കെ സംരക്ഷണം കൊടുത്തിട്ട് പിന്നെ എന്ത് സേന? പിന്നെ എന്തിനാണ് ഈ സേന? നമ്മൾ എന്തിനാണ് ഈ സേന ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? സേന ഇങ്ങനെ സംസ്ഥാനത്തെ ഭരണകർത്താക്കൾക്ക് എസ്കോർട്ട് പോകാനും പൈലറ്റ് പോകാനും അത് വെച്ച് അതിവേഗതയിൽ ചീറിപ്പായാനും അവർക്ക് സല്യൂട്ട് അടിക്കാനും മാത്രമുള്ള ഒരു സംവിധാനം, പിന്നെ പൈസ ഇല്ലാത്തപ്പോൾ ആളുകളെ അഴിച്ചുവിട്ട് ഇതുപോലെ പിരിവ് നടത്താനുള്ള ഒരു സേനയാണെന്ന് ഉള്ളൊരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിൽ വന്നുപോയെന്ന് തോന്നുന്നു. അതെ, പോലീസുകാരൊക്കെ നേരത്തെ മൈത്രി പോലീസുകാരെ രീതിയിൽ നേരത്തെയൊക്കെ വന്നിരുന്നു. ഇവര് അങ്ങനെയൊന്നും അല്ല. പക്ഷെ പിന്നീട് ഇപ്പൊ കാണുന്നതിന് പേടിയാവുന്ന രൂപത്തിലേക്ക് വന്നില്ലേ ജനമൈത്രിയൊക്കെ അവർ ശിക്ഷിക്കപ്പെടുന്നു. തെറ്റ് ചെയ്യാത്തവരെ വലിച്ചയച്ച് കൊണ്ടുപോകുന്നു. തെറ്റ് ചെയ്യാത്തവരെ എന്തും ചെയ്യാമെന്നുള്ള ദാർഢ്യം, അത് ഇവർ ഭരണത്തിന്റെ ഇതിന്റെ തണലിൽ കിട്ടും എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ടാ. അപ്പൊ അങ്ങനെയുള്ള ഒരു സേനയെ നേരാവണ്ണം നല്ല രീതിയിൽ എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ തെറ്റ് ചെയ്യുന്നവരെ പ്പെടുന്ന രൂപത്തിൽ അങ്ങനെ സേനയെ വളർത്തിക്കൊണ്ടുവന്നാൽ എത്ര സുന്ദരമായിരിക്കും നമ്മുടെ നാട്, എത്ര മനോഹരമായിരിക്കും നമ്മുടെ നാട്. ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ പ്രിയങ്കരനായ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിക്കട്ടെ. ഈ ഭരണം ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനനുസൃതമായിട്ടാണ് എല്ലാവരും, അതിന് UDF മാത്രമല്ല എല്ലാവരും LDFിലെ ഒട്ടുമിക്ക ആളുകളും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു ഭരണാധികാരികളാണ് ഭരണത്തിൽ. ഇപ്പം അവർ വന്ന ഉടനെ ഈ 3-4 ദിവസം കൊണ്ട് പ്രഖ്യാപിച്ച ജനപ്രിയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാനും ജനങ്ങളെ
സംരക്ഷിക്കുകയും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ, ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അവരെ പ്രയാസവും ബുദ്ധിമുട്ടും മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊരു താങ്ങും തണലുമായി ഈ ഗവൺമെന്റ് മാറണം. ആ രീതിയിൽ തന്നെ ആവട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഇടതുപക്ഷം നശിച്ചു പോകണമെന്നോ അല്ലെ ഇടതുപക്ഷം ഇല്ലാതായി പോകണം, ഇതേ ഇല്ലാതായി പോകണം എന്നൊന്നും ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല. അവരും ഇവിടെ വേണം, തിരുത്തൽ ശക്തിയായി അവരും വേണം, അവരും ഭരണത്തിൽ വരണം. ഇവർ പ്രതിപക്ഷമാവുകയും വേണം, നമ്മൾ പ്രതിപക്ഷമാവുകയും നമ്മൾ ഭരണപക്ഷമാവുകയും. അതാണ് കേരളത്തിന്റെ രീതി. ആ രീതിയിലൊക്കെ ആയിക്കോട്ടെ. പക്ഷേ ബംഗാളിന്റെയും ത്രിപുരയുടെ അവസ്ഥയിലേക്ക് അവർ വരരുത്. തെറ്റാണെന്ന് മനസ്സിലാക്കി തെറ്റ് തിരുത്തിക്കൊണ്ട് അവരും വരണം. തീർച്ചയായും അവരും ഉണ്ടാവണം. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. അപ്പം പിന്നെ പ്രമോദ്, കഴിഞ്ഞ സർക്കാരിനെ കുറ്റം പറഞ്ഞ് ഇപ്പോൾ പെരിയ കേസിലെ പ്രതികൾ പരോറില്ല. അത് കഴിഞ്ഞ സർക്കാർ തന്നെ കൊടുത്തതാണ് പ്രമോദ് നാണു. അപ്പോൾ അവർ പോകുന്നതിന് മുമ്പ് കൊടുത്തതാണ്. ഏതായാലും പുതിയ സർക്കാർ അത് അന്വേഷിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പോലീസിലെ യൂണിയൻ നിർത്തലാക്കണം, രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്നു. ശ്രീ ശശിധരൻ പറയുന്നത് മനുവിൻ്റെ 15 വയസ്സുള്ള മകനുണ്ടായ അനുഭവം കൃഷ്ണൻകുട്ടി കേട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. കൃഷ്ണൻകുട്ടിക്ക് എന്ത് പറയാൻ ഇപ്പം? അതൊരു ഉദ്യോഗസ്ഥൻ കാണിക്കുന്ന ഒരു നടപടിയാണ്. പക്ഷേ അതൊരു ഉദ്യോഗസ്ഥൻ്റെ നടപടിയാണെങ്കിലും അത് ഒന്നിലധികം ഇടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പലയിടങ്ങളിൽ നിന്ന് അത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് നമുക്ക് പോലീസ് സേനയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്. പല ഘട്ടങ്ങളിൽ ഇതുപോലെ പോലീസിനെ ഒരു സ്ഥലത്ത് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴൊക്കെ നിസ്സംഗമായ നിലപാട് ഞാൻ എത്രയോ തവണ കേട്ടതുകൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. എത്രയോ ആളുകൾ എന്നോട് ഇത് പറയുകയാണ്. വീട്ടിന് മുന്നിൽ ഒരു അക്രമം നടക്കുന്നത് കാണും, പോലീസിനെ വിളിച്ചാൽ നിസ്സംഗമായ നിലപാടാണ്. സ്വന്തമായി തനിക്കെതിരെ ഒരു അക്രമം നടക്കുന്നുവെന്ന് ഒരു സ്ത്രീ വിളിച്ചു പറയുമ്പം നിസ്സംഗമായ നിലപാടാണ്. എന്തെങ്കിലും ഒരു അക്രമം നേരിട്ടു എന്നൊരു കുട്ടി പറയുമ്പോൾ നിസ്സംഗമായ നിലപാടാണ് പോലീസിനുണ്ടായിരുന്നത്. അത് മാറേണ്ടിയിരിക്കുന്നു. അത് ജനമൈത്രിയൊക്കെ അവർക്ക് കൈമോശം വന്നുപോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. ഏതായാലും ഏറ്റവും മോശം പോലീസായിരുന്നു പിണറായി സർക്കാരിൻ്റെ എന്നത് മാത്രം. കൊലപാതകങ്ങൾ എത്രമാത്രം പോലീസുകാർ ആത്മഹത്യ ചെയ്തു, പൂർണ്ണമായും തകർന്നിരുന്നു ആഭ്യന്തരം രമേശ് ചെന്നിത്തലയുടെ കീഴിൽ എത്തുമ്പോൾ തൃപ്തി ഉണ്ടാകുമെന്നാണ്. അതാണ് മറ്റൊരു വലിയൊരു വിഷയം. ഇത്രയൊക്കെ ആയിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രതിസന്ധികൾ, അവർ എത്ര പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി തന്നെ ഞങ്ങളൊരു പഠനം നടത്തിയത്. അപ്പോൾ അവർക്കുണ്ടാകുന്ന തൊഴിൽ ഈ സമ്മർദ്ദം, ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ പോലീസിനെ ആക്ട് ചെയ്യാൻ അനുവദിക്കാതെ പോലീസ് ഇങ്ങനെ പെറ്റി കേസുകൾ പിടിച്ചെടുക്കുന്ന ഈ അതിനുള്ളൊരു കൊട്ടേഷൻ കൊടുക്കുകയും ആ കണക്ക് തെക്കാൻ കിടന്ന് പെടാപ്പാടുകയും ചെയ്യുന്ന സംസ്ഥാനത്തെ പോലീസുകാരുടെ ഒരു ദുരവസ്ഥയും അവരും പറയാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ ഖജനാവ് നിറയ്ക്കാൻ പോലീസിനെ എങ്ങനെയെങ്കിലും അഴിച്ചുവിടുക, ഇത്തരം പണികളൊക്കെ നിർത്തി പോലീസിന് അവരുടെ ഒരു ജനസുരക്ഷ ഉറപ്പാക്കുക എന്ന ആ മൗലികമായ ആ ഒരു ദൗത്യം നൽകാൻ ആയിട്ട് സർക്കാർ തയ്യാറായാൽ കുറേയൊക്കെ മാറ്റം വരും എന്നാണ് ഞാനും വിചാരിക്കുന്നത്. ശ്രീമതി സൗമ്യ എന്നോടൊപ്പം ചേരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. ഗുഡ് ഈവനിങ് സാർ എന്നൊക്കെ എന്നോട് പറയുന്നു. ഗുഡ് ഈവനിങ് സൗമ്യ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. പഴയ സർക്കാരാണ് അവർ പെരോൾ കൊടുത്തത്, രമേശ് ചെന്നിത്തലയല്ല എന്ന് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ആരും തിരുത്തിയിട്ടുണ്ട്. ഓക്കെ, മോണിക്ക ജവാൻ പറയുന്നു UDFൻ്റെ മദ്യനിരോധനം കാരണമാണ് ഇവിടെ ലഹരി മാഫിയ പിടിമുറുക്കിയത് എന്ന്. ലഹരി മാഫിയ പിടിമുറുക്കുന്നത് മദ്യനിരോധനം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. മദ്യം കിട്ടാതായാൽ ഉടനെ ആളുകൾ ലഹരിയിലേക്ക് തിരിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് നിർബാധം അങ്ങനെ തുടരാൻ എങ്ങനെ കഴിഞ്ഞു എന്നതാണ്. ഇനിയൊരു ക്രിമിനലിനെയും ആരും ന്യായീകരിക്കില്ല എന്ന് എന്നോട് ജയകുമാർ പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉപദേശകനായി ആഭ്യന്തരമന്ത്രി ഹേമചന്ദ്രനെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഉപദേശകനായി ആഭ്യന്തരമന്ത്രി നിയമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജനത്തിന് നീതി പ്രതീക്ഷിക്കാം എന്ന് പറയുന്നു ജയകുമാർ. കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നു ജയകുമാർ കുലസ്ത്രീ, കുടുംബത്തിൽ പിറന്നവൾ എന്നൊക്കെ സവർണ സനാതന സംസ്കാരത്തിൻ്റെ മോശം രീതി, അതിനോട് യോജിപ്പില്ലെന്ന് പറയുന്നു. ഓക്കെ അപ്പോൾ ചെന്നിത്തല മനുഷ്യത്വപരമായി പെരുമാറുമെന്ന് ടീം വർക്ക് എന്നോട് പറയുന്നു. ഇക്കാലത്ത് തന്നെയാണ് പ്രതിഷേധിച്ച് യുവാക്കളെ തലതല്ലി പൊളിച്ച് സ്റ്റേഷനിൽ കൈക്കുഞ്ഞുമയത്തി സ്ത്രീയുടെ കരണത്തടിച്ചതും ഒന്നും മറക്കാനാകില്ല എന്നിങ്ങനെ എന്നോട് പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ മോണിക്ക ജവാൻ എന്നോട് പറയുന്നത് UDFൻ്റെ മദ്യനിരോധനമാണ് പ്രശ്നത്തിന് കാരണമെന്ന്. സുനിൽ പറയുന്നു സംസ്കാരം തൊട്ടുതീണ്ടാൻ ഒരുപാട് പോലീസുകാർ DYSP ലെവൽ മുതൽ താഴോട്ടും കണ്ട് ഇവരെയൊക്കെ എങ്ങനെ സർവീസിൽ കയറ്റിയെന്നാണ് അത്ഭുതം. വായിൽ നിന്ന് വരുന്നത് പൂരപ്പാട്ടിന് തുല്യമായ ആണ്, മാറ്റം വന്നേ പറ്റൂ എന്ന് പറയുന്നു. നമ്മുടെ മുൻ ആരോഗ്യമന്ത്രിയുടെ പെടലി ഓടിച്ച കേസ് എന്തായി എന്നൊക്കെ ഇങ്ങനെ ശശിധരൻ അവിടെ ഇരുന്ന് ചോദിക്കുന്നുണ്ട്. അത് കേസൊന്നും അല്ലെന്നേ, അത് എന്തോ തട്ടിയപ്പോൾ ആയതാണെന്ന് ഞാനും വിചാരിക്കുന്നു.
അപ്പോൾ പോലീസ് സേനയുടെ പണി എന്താണ് റഷീദ് ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ പറയാം. അതിൻ്റെ തെളിവാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ വീടിൻ്റെ മുൻപിൽ ഒരു ജീപ്പിട്ട് അതിൽ കുറേ പോലീസുകാർ കഴിഞ്ഞ 10 കൊല്ലമായി ഇരിക്കുന്നത്. ഇനി മുതൽ ആർക്കും പരോളില്ല എന്ന് കരുതാനാകുമോ എന്ന് ശ്രീ കൃഷ്ണൻകുട്ടിയും എന്നോട് ചോദിക്കുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ എന്നോട് ചേരുന്നത് പാലക്കാട് നിന്ന് എന്നോടൊപ്പം. ശ്രീ രാധാകൃഷ്ണൻ. ഗുഡ് ഈവനിങ് മിസ്റ്റർ വിനു. രാധാകൃഷ്ണൻ പ്രായരി. മനസ്സിലായി. യെസ്. വളരെ നാളായി സംസാരിക്കണമെന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല, അതാണ്. പക്ഷേ വളരെ സന്തോഷമുണ്ട് ആഭ്യന്തരമന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല ഏറ്റെടുത്തു എന്നറിഞ്ഞതില്. കാരണം പണ്ട് ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം ഗുണ്ട ആക്ട് പ്രകാരം പല ഗുണ്ടകളെയും നമ്മുടെ കേരളത്തിൽ നിന്ന് ഉടച്ചു നീട്ടിയത്. അപ്പൊ അതേമാതിരി ഇത്തവണയും അദ്ദേഹം വളരെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ അങ്ങേർക്ക് പറ്റിയ ഒരു ഉപദേഷ്ടാവാണ് DGP ഹേമചന്ദ്രൻ ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടി പേപ്പറിൽ കണ്ടു. ലോ ആൻഡ് ഓർഡർ ADGP വിജയൻ ആവുന്നു. ഈസ് ഓൾസോ എ വെരി ഗുഡ് ഓഫീസർ. ദേ ക്യാൻ കൺട്രോൾ കംപ്ലീറ്റ്ലി ദിസ് ലഹരി മാഫിയ, ഗുണ്ടായിസം എല്ലാം. പിന്നെ പോലീസുകാർ കുറച്ചുകൂടി ഭംഗിയായി പെരുമാറുന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷം ഉണ്ടാവും. കൂടുതൽ മേ ബി അനദർ 1 month or 2 months ഇവർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം. പിന്നെ ഇപ്പൊ പരോളിൽ വിട്ടു എന്ന് പറഞ്ഞു, അത് മറ്റേ ഗവൺമെന്റ് ആണ്. തീർച്ചയായിട്ടും അദ്ദേഹം അതിനെ പറ്റി എടുത്ത് ഇവരെല്ലാം തിരിച്ചു ഉള്ളിൽ തള്ളേണ്ട സമയമായിട്ടുണ്ട്. പിന്നെ പോലീസ് റിഫോംസ് പണ്ടുതൊട്ട് പറയുന്നതാണ്, അത് എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് നടക്കാത്തത്? അതിനെ പറ്റിയും കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യണം ആഭ്യന്തരമന്ത്രിയോട്. അതും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പോലീസിന്റെ മേലുള്ള പല സമ്മർദ്ദങ്ങളും കുറഞ്ഞ് അവർ ഭംഗിയായിട്ട് ഡ്യൂട്ടി ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞതിലും ഒക്കെ സന്തോഷം. അപ്പോൾ എന്നോടൊപ്പം സുസി പാപ്പച്ചൻ ചേരുന്നുണ്ട്, എറണാകുളത്തു നിന്നാണ്. ശ്രീ സുസി. ഹലോ, നമസ്കാരം. നമസ്കാരം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ, രമേശ് ചെന്നിത്തലയ്ക്ക് നമുക്ക് പിന്നെ ആഭ്യന്തരം കൊടുത്തത് കൊണ്ട് നല്ലതാണ്. എന്നുവെച്ചാൽ അദ്ദേഹം നേരത്തെ മുൻ നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആഭ്യന്തരമായിട്ട് ഇരുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ഈ പോലീസിന്റെ നില അനുസരിച്ച് നോക്കുമ്പോൾ ഇപ്പൊ നമുക്ക് ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു പരാതി കൊണ്ട് ചെല്ലുമ്പോഴൊക്കെ അവർക്ക് തോന്നിയത് പോലൊക്കെയാണ് അവർ ഓരോന്ന് ചെയ്യുന്നത്. പിന്നെ എന്ന് പറയാൻ ചിലവരൊക്കെ ഉണ്ട് നല്ല ആൾക്കാര്. ചിലവർക്കാണെങ്കിൽ പിന്നെ ഈ ഒരു പ്രത്യേകതരമായ സ്വഭാവമാണ് അവര് അവിടെ പരാതി കൊണ്ട് ചെല്ലുന്നവരോട് പെരുമാറുന്നത്. ഇതിനൊക്കെ നമ്മുടെ ഒരു പിന്നെ മാറ്റങ്ങൾ വരുത്തണം. എന്നുവെച്ചാൽ ഒരാൾ അവിടെ ചെല്ലുമ്പോൾ ഉടനെ അവനെ ആക്രോശിക്കുകയോ ഒക്കെ ഒന്നും അല്ല ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഇപ്പൊ എത്രയോ ഉണ്ട്, ഒരാൾ ചുമ്മാ അയാളെ തന്നെ അല്ല കൊണ്ടുപോകേണ്ടത്. ഇനി ഒരാൾ അവരുടെ ബന്ധുക്കളെയോ ആരെയും പാർട്ടി നേതാക്കന്മാരെ കൂടെ കൊണ്ടുപോയിട്ട് വേണം നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കയറ്റാന്. അപ്പോഴെന്നാലേ നമുക്ക് അവരുടെ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഓരോ പിന്നെ കൊലപ്പുള്ളിയോ ഉള്ള ചെന്നതിന് എന്താ അവർ ഉപദ്രവിക്കുന്നത്? അവർ കാണിക്കുന്നത് കണ്ടാൽ എന്താ? പിന്നെ ഈ പോലീസുകാർ മോശമൊന്നുമല്ല, അതിൽ നല്ലവരും ഉണ്ട്, പിന്നെ എല്ലാ വിഭാഗവും ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് മന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ DGP മുതലുള്ളവരോട് ഇത് സംസാരിച്ച ഓരോ സ്റ്റേഷനിലെ പിന്നെ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഭാരം എല്ലാം അവര് ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഇതിനെല്ലാം ഒരു പരിഹാരം കാണേണ്ടതാണ്. എവിടെ ചെന്നാലും അപ്പൊ കൃത്യമാണ് അങ്ങയുടെ അഭിപ്രായം, കൃത്യമാണ്. അപ്പൊ ശ്രീമതി സൂസി പാപ്പച്ചൻ ഒരു എന്താണ് അവിടെ എന്താ ചെയ്യുന്നത്? വീട്ടമ്മയാണോ അതോ എന്തെങ്കിലും ജോലി? ഒരു SIയുടെ ഭാര്യയാണ്. SIയുടെ ഭാര്യയാണോ? അതാദ്യം പറയാം. ഞാനൊരു SIയുടെ ഭാര്യയാണ്. ഞാൻ പലതും കണ്ടിട്ടുള്ള ആളാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഞാൻ വിചാരിച്ചത് കേട്ടറിഞ്ഞ് പറഞ്ഞതായിരിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു പോവാണ്. അപ്പൊ ഒരു SIയുടെ ഭാര്യയാണ് പറയുന്നത്. അപ്പൊ പോലീസിനെ കുറിച്ച് അങ്ങേയറ്റം അറിയാം. പിന്നെ ഞാൻ അപ്പൊ SIയുടെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ. കേറി ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പോലീസുകാർ വലിയ സമ്മർദ്ദത്തിലാണ്, ഒരുപാട് പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ ഓരോ വരുന്നുണ്ട്. പോലീസുകാർ സമ്മർദ്ദം ഡ്യൂട്ടി
ഈ അവർക്ക് ഈ പലതും ചിലവർക്കാണെങ്കിൽ പിന്നെ നമ്മള് ആക്സിഡന്റ് കേസായാലും എന്തൊരു വിഷമാവസ്ഥ ആയാലും ഒക്കെ കിട്ടുമ്പം അവർക്ക് അതിൽ കൂടെയൊക്കെ കണ്ടച്ചൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും, ബുദ്ധിമുട്ടുകളായിരിക്കും. പിന്നെ സ്റ്റേഷനിലെ അധികാരികൾ ഒന്നിച്ചിട്ട് നേരം താമസിച്ചു പോയാൽ അവിടെ അവരുടെ ആക്രോശം കേൾക്കണം. ഇതൊക്കെ ഈ പോലീസിനുള്ളതാണ്, പോലീസുകാർക്കുള്ളതാണത്. ഒത്തിരിയൊക്കെ അവരോട് മേലാളന്മാരൊക്കെ കുറച്ചൊക്കെ ഒന്ന് താഴ്മയായിട്ടൊന്ന് പെരുമാറി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരാണ്, അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരാണെന്ന് മേലുദ്യോഗസ്ഥർ പലപ്പോഴും കരുതാറില്ല. അവര് കരുതണം. എന്നാലല്ലേ നമ്മുടെ മുമ്പോട്ട് നമുക്ക് കൂട്ടായ്മയിൽ കൂടി പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ വലിയ ആളാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു വടിയും പിടിച്ചോണ്ട് അങ്ങ് നടന്നു കഴിഞ്ഞാലൊന്നും കാര്യം നടക്കില്ല. അവരെ അതിന്റെ അനുസരിച്ച് അവര് താഴ്മയായിട്ട് അവരോട് പറയുമ്പോൾ അവരത് ചെയ്യും. പിന്നെ കുറെ കൈക്കൂലി കേസും അത് ഇതൊക്കെ മേടിക്കുന്നവരും ഉണ്ട്. ഇതൊക്കെ നമ്മള് പൊതുവായിട്ട് പറയാൻ നമുക്ക് അറിയാമല്ലോ. പിന്നെ ലഹരി പിടിച്ചോണ്ട് വരുന്നവരും. ഈ പോലീസിനെ എവിടെ ഇരുന്ന് ശ്രീമതി സൂസി കുറ്റം പറയുമ്പോ ഭർത്താവ് കേൾക്കുന്നുണ്ടോ? ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവ് നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ഭർത്താവ് ചെയ്യും, ആരെ പോക്കറ്റ് അടിക്കുന്നവരെ തല്ലും. പോക്കറ്റ് അടിക്കുന്നവർക്ക് നല്ല അടി കൊടുക്കുമല്ലേ? അടി കൊടുക്കും. അത് ഒരു പാവം പിടിച്ച ഒരു മനുഷ്യൻ പോക്കറ്റ് അടിച്ചുകൊണ്ട് വന്നപ്പോൾ സാറേ എടുത്തോ കാശെന്ന് പറഞ്ഞു. അടി കൊടുക്കും. അത് വിട്ടേക്കാന് വിട്ടില്ല. അവിടെ കൊണ്ടുപോയി 2 കൊടുത്തിട്ട് നീ അത് പാവം പിടിച്ചവന്റെ. അപ്പൊ അന്നേരം അവർക്ക് സങ്കടം ഉണ്ടാവൂല്ലേ? അവനാ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന സാധനം മോത്തിച്ചോണ്ട് വന്നപ്പം അപ്പൊ അവൻ മേലിൽ ചെയ്യരുത്, എന്നിട്ട് കാപ്പിയും മേടിച്ചു കൊടുക്കും. ഏതായാലും വളരെ സന്തോഷം. അപ്പൊ ഒരു പോലീസുകാരുടെ ജീവിതം കുറെ കൂടെ അടുത്ത് നിന്ന് കണ്ട അനുഭവിച്ചടാ. നല്ലവരും ഉണ്ട് കേട്ടോ, നല്ല പോലീസുകാരും ഉണ്ട്, ഇതിനകത്ത് ക്രിമിനലും ഉണ്ട്. ശരി, വ്യക്തമാണ് അഭിപ്രായം. എനിക്ക് ചെന്നിത്തല പറയാനുള്ളത്, അദ്ദേഹത്തിന് എനിക്കറിയാം, പക്ഷെ അദ്ദേഹത്തോട് പറയാനുള്ളത് എല്ലാം ഒന്ന് അഴിച്ചു പണിയണം. നല്ലവണ്ണം ഒന്ന് അവർക്ക് അവരുടെ ഡ്യൂട്ടി അവരുടെ ഡ്യൂട്ടിയിൽ അവർക്ക് ഒത്തിരി സമയം കൊടുക്കണം. അവർക്ക് പിന്നെ അവര് താഴ്മയായിട്ട് മേലുദ്യോഗസ്ഥന്മാര് അവർക്ക് നല്ല ലീവും വിശ്രമവും എല്ലാം കൊടുത്ത് അവര് നല്ല രീതിയിൽ ജോലി ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കണം. ഒത്തിരി പേര് ഈ വെയിൽ കൊണ്ട് കഷ്ടപ്പാട് നമുക്ക് തോന്നും. വെയിലത്ത് നിന്നുകൊണ്ട് ഈ റോഡിലൊക്കെ നിന്നുകൊണ്ട് അവര് വരുമ്പോ ഈ പോലീസുകാർക്ക് കൂടുതലും തനിക്ക് അസുഖമായിട്ടാണ് അവർ കിടക്കുന്നത്. എന്നുവെച്ചാൽ എന്റെ ഭർത്താവ് അങ്ങനെ ആയിരുന്നു. നമ്മള് ഡ്യൂട്ടി എന്ന് പറഞ്ഞു പോകുമ്പോ യാതൊരു വിശ്രമവും ഇല്ല. കുറച്ച് വിശ്രമം അവർക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ അവിടുന്ന് എറണാകുളത്ത് എവിടുന്ന വിളിച്ചത്? കളമശ്ശേരി. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. കളമശ്ശേരിയിൽ നിന്ന് പോലീസിനെ വളരെ അടുത്തറിയുന്ന ഒരു വീട്ടമ്മയാണ്, പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ ആയ ഒരു വീട്ടമ്മയാണ് വിളിച്ചത്. അപ്പൊ ശ്രീ രാധാകൃഷ്ണൻ എന്നോടൊപ്പം ചേർന്ന് ചാത്തന്നൂരിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഈ സർക്കാരിന്റെ പരാജയത്തിന്റെ ഒരു കാരണം പോലീസാണെന്ന് കൂടി പറഞ്ഞാൽ അത് തെറ്റാകുമോ? അല്ലെങ്കിൽ ഈ സർക്കാർ എന്ന് വെച്ചാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ പരാജയം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണം ഒരു പോലീസായിരുന്നു എന്ന് പറഞ്ഞാൽ അത് പോലീസും കൂടി ആയിരുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ ശ്രീ രാധാകൃഷ്ണൻ? ഏറെക്കുറെ അതിനോട് ഞാൻ യോജിക്കുന്ന ഒരാളാണ്. ഞാനൊരു ഇടതുപക്ഷ പ്രവർത്തകനാണ്. ഞാൻ മുമ്പ് താങ്കളോട് എൻ്റെ നയം സൂചിപ്പിച്ചിട്ടുണ്ട്. താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ വികാരം മാനിക്കുന്നത് പാർട്ടിക്കാരാണെന്ന് പറഞ്ഞ് നമ്മുടെ സർക്കാരായാലും താഴെത്തട്ടിൽ ചോദിച്ചിട്ടല്ല അവർ പല നയങ്ങളും രൂപീകരിക്കുന്നത്. താഴെത്തട്ടിൽ നിന്നുള്ള ഒരു നയങ്ങളും അല്ലെങ്കിൽ വിഷയങ്ങളും ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടെലിഫോൺ കുറച്ചുകൂടെ അടുത്ത്. അതെ. അപ്പോൾ നമ്മൾ താഴെത്തട്ടിലുള്ള ജനങ്ങളോട് നോക്കുന്നത് ഏത് പാർട്ടിയുടെ ആയാലും അവിടുത്തെ താഴെ പ്രവർത്തകരാണ്. അവർക്കാണല്ലോ ജനവികാരം അറിയുന്നത്. ആ ജനവികാരം മുകളിലെ നേതാക്കന്മാരോട് അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അതിന്റെ ഒരു കോട്ടം കഴിഞ്ഞ ഗവൺമെന്റിന് സംഭവിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം പോലീസിന്റെ വിഷയത്തിലോട്ട് തന്നെയാണ് വരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥര് ഇപ്പോൾ ഈ നമ്മുടെ ആഭ്യന്തരമന്ത്രി വളരെ സ്വാഗതാർഹമായ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാവുന്നു. പോലീസിനെ പഴയ സിസ്റ്റത്തിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. അതിന് 100% സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ഞാൻ. കാരണം കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ
പോലീസിനെ അങ്ങനെ ടെലിഫോൺ ലൈനിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഇടവേള എടുത്ത് മടങ്ങി വരാം. അപ്പോൾ പോലീസിന് പലപ്പോഴും നിയന്ത്രിക്കാൻ കഴിഞ്ഞ സർക്കാരിന് കഴിഞ്ഞില്ലയോ എന്ന സംശയം പല ഘട്ടങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. മാത്രമല്ല ചില ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്നൊക്കെ പറഞ്ഞ് കണക്കൊക്കെ നിരത്തിയപ്പോൾ പിന്നെ അവർ പിരിച്ചുവിട്ടോ എന്ന സംശയം പിന്നെ പുറത്തു വന്നു. അങ്ങനെയൊക്കെ ഉള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായി. ഏതായാലും അതിലൊക്കെ ഞാൻ മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഷോർട്ട് ബ്രേക്ക്. പോയി വന്നു. യെസ്, നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ ഗ്ലാഡിയേറ്റർ എന്നോട് പറയുന്നത് പോലീസിനെ ചോദ്യം ചെയ്യാൻ കോടതിക്ക് കഴിയും, അതുകൊണ്ട് നല്ലൊരു വക്കീലിനെ വെച്ച് കോടതിയിൽ പോകണമെന്ന്. അപ്പോൾ സാധാരണക്കാരനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രയാസമുള്ള കാര്യമാണ് ഈ കോടതിയിലേക്ക് എല്ലാ കാര്യത്തിനും പോകുന്നത്. നമ്മൾ ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് നമ്മളിപ്പോൾ നിരന്തരം ജീവിതത്തിൽ പലതരം പ്രശ്നം എല്ലാ കാര്യത്തിനും നമ്മളിങ്ങനെ കോടതിയിലേക്ക് പോയിക്കൊണ്ടിരുന്നാൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കോടതി പോകാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറേ കാര്യങ്ങൾ കോടതിയിലേക്ക് വരാതെ, കോടതി എന്ന് പറഞ്ഞാൽ രണ്ടുപേർ തമ്മിൽ അവരാണ് ശരിയെന്ന് തോന്നിയ ഒരു തർക്കമുണ്ടാകുന്ന ഒരു വിഷയത്തിലാണ് കോടതിയിൽ പോകുന്നത്. അല്ലാതെ എല്ലാ കാര്യത്തിനും രാവിലെ എഴുന്നേറ്റ് നമുക്ക് കോടതിയിലേക്ക് നടക്കാൻ കഴിയില്ല. ഓരോ ചെറിയ കാര്യത്തിനും കോടതിയെ ചെന്ന് സമീപിക്കേണ്ട ദുരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് കോടതിയിൽ തന്നെ ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം നോക്കിയാൽ എത്രയാണ്. മാത്രമല്ല കോടതിയിൽ നിന്നൊരു പ്രശ്നം പരിഹാരമായി വരാൻ എടുക്കുന്ന കാലതാമസം, ഇതെല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ പല പ്രശ്നങ്ങൾക്കും വളരെ എളുപ്പത്തിൽ പരിഹാരം കാണാൻ കഴിയുന്ന ഒരുപാട് പ്രശ്നമുണ്ട്. അത് കൃത്യമായി ചെയ്യാൻ കഴിയാതെ പോലീസ് കേസെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ആദ്യം കോടതിയെ സമീപിച്ചു, പിന്നെ പോലീസ് കേസെടുത്താൽ എത്ര കാര്യക്ഷമമായി അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും കോടതിയെ സമീപിക്കുക. അങ്ങനെ നിരന്തരം കോടതിയെ സമീപിച്ചുകൊണ്ടിരിക്കാൻ വലിയ സമ്പന്നന്മാർക്ക് മാത്രമേ കഴിയുള്ളൂ. അതാണ് ഗ്ലാഡിയേറ്ററിലെ പ്രശ്നം. അപ്പോൾ പോലീസിൻ്റെ ക്രൂരത അടിയന്തരാവസ്ഥ കാലത്ത് നല്ലതുപോലെ അനുഭവിച്ച പിണറായി സ്വന്തം ഭരണത്തിന് കീഴിലെ പോലീസിൻ്റെ ക്രൂരതയെ രക്ഷാപ്രവർത്തനമെന്ന് ന്യായീകരിച്ചപ്പോൾ ആ പഴയ കഥ നുണയാണോ എന്ന് സംശയിക്കാൻ ഇടവന്നു എന്ന് സുനിൽ എന്നോട് പറയുന്നു. അപ്പോൾ ജയകുമാർ പറയുന്നു എല്ലാ ആഴ്ചയും പരോൾ കൊടുക്കില്ല എന്ന് പറയുന്നു. തോമസ് മാത്തൻ പറയുന്നു കൃഷ്ണൻകുട്ടി തുടരുക, 99-ൽ നിന്ന് 35-ൽ എത്തിച്ച നിങ്ങൾക്കിത് കൂടി ഇല്ലാതാക്കാൻ വലിയ പ്രയാസമുണ്ടാവില്ലെന്ന് പറയുന്നു. കൃഷ്ണൻകുട്ടി ആൾ പാവമാണെന്നാണ് നമ്മുടെ ശശിധരൻ വയലാറിൻ്റെ കണ്ടെത്തൽ. കമ്മ്യൂണിസ്റ്റ് മാത്രമാണെന്നേ ഒരു പ്രശ്നമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ചെന്നിത്തലാക്കി കൊള്ളില്ല എന്നുള്ള നിലപാടാണ് നേച്ചർ റെസിപ്പിയുടെ. ഓക്കെ, തെറ്റ് ചെയ്യുന്ന പോലീസുകാർ 6 മാസം വിശ്രമം കൊടുക്കണം, ആ കാലയളവിൽ കൈക്കൂലി കിട്ടില്ല എന്ന് പറയുന്നു. പോലീസുകാരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പൊതുവേദിയിൽ ഉന്നയിച്ച ശ്രീമതി മേരിക്ക് അഭിനന്ദനങ്ങൾ. ആ പോലീസുകാർ നേരിടുന്ന പ്രശ്നം അതിഭീകരമാണ് കേട്ടോ. അവരിൽ പല ആളുകളും തുടർച്ചയായി അവരിൽ പല ആത്മഹത്യാ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ അവരുടെ പ്രയാസങ്ങൾ അറിയുന്നത്. അപ്പോൾ ഇത് എല്ലാം കൊണ്ടും ശരിയാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല പോലീസിൽ കാര്യമായ മാറ്റം വരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജനകീയമായൊരു മന്ത്രിയായിരിക്കും ശ്രീ രമേശ് എന്ന് എന്നോട് സദാശിവൻ നായർ പറയുന്നു. സ്വർണ്ണലത എന്നോട് പറയുന്നത് നമസ്കാരം മനു സാറേ, രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ വകുപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളും, ക്രിമിനലിസത്തെ സംരക്ഷിക്കുന്ന നിലപാട് എടുക്കില്ല എന്ന് പറയുന്നു. ശ്രീ ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ചന്ദ്രൻ നായർ, നമ്മുടെ സമയം അങ്ങനെ അതിക്രമിക്കുകയാണ്, അപ്പോൾ കഴിയാറായ ഒരു ചുരുങ്ങിയ വാക്കുകളിൽ. മനു സാർ നമസ്തേ സാർ. പോലീസ് വകുപ്പ് ജനകീയമാകണം സാർ, അത് അത്യാവശ്യം തന്നെയാണ്. അതിന്റെ തുടക്കമാണ് സാർ ഇന്നലെ കിഴക്കമ്പലത്ത് ചേരിയിലുണ്ടായ ആ പോലീസ് നടപടി. മെസ്സേജുകൾ എത്തി ഉടൻ തന്നെ എന്ന് വെച്ചാൽ വകുപ്പ് മന്ത്രി സ്റ്റോപ്പ് ചെയ്ത് ജനകീയമാകണം സാർ. എന്നിട്ടും നിലവിലുള്ള ഗവൺമെന്റിന് തന്നെയാണ് കുറ്റം. എന്തോ ആയിക്കോട്ടെ സാർ, സാർ ഉദ്ദേശിക്കുന്ന പോലെ സാറിന്റെ ഈ വാക്കുകൾ തന്നെ എന്താണെന്ന് വെച്ചാൽ ജനകീയമാകാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ടാകും സാർ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഏതായാലും ശ്രീ ചന്ദ്രൻ നായർ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകൻ, നമ്മുടെ ഈ ചർച്ചകൾ മാറ്റത്തിന് വഴിവെക്കും എന്ന് നമ്മളും വിശ്വസിക്കുകയാണ്. രാധാകൃഷ്ണൻ വൈറ്റിലിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ നമസ്കാരം. നമസ്കാരം. ശ്രീ രാധാകൃഷ്ണൻ ഒരുപാട് കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നയാളാണ്. ഈ പോലീസുമായി ബന്ധപ്പെട്ട് ഇനി കുറെ കൂടി നല്ലൊരു സമീപനം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നയാളാണോ? അതെ, കാരണം വെച്ചാല് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമ്മൾ കണ്ടതല്ലേ പോലീസുകാരെ അടിക്കണ ഇവിടെ തലക്കെട്ട് തന്നെ. പോലീസുകാര് കിട്ടുന്നത് എല്ലാരും തലക്കെട്ട് അടിക്കണേ. അതല്ല വേണ്ടത്. കാരണം പോലീസാണ് ആ ഭരണം തന്നെ കളയാൻ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഈ മദ്യം ഒഴുക്കും, മദ്യം അങ്ങോട്ട് ഒരു ഇതില്ലാണ്ട് ഒഴുകിപ്പോയത്. കാരണം ഇപ്പോഴത്തെ ഒരു ഇതിനകത്തെന്ന് വെച്ചാൽ കുറെ ജനകീയത. പിന്നെ ആ SHO എന്നുള്ള എടുത്ത് കളഞ്ഞിട്ട് SI ആവണം, പഴയ പോലെ തന്നെ വരണം. അതിപ്പോ ഒരു പുതിയ കമ്മീഷൻ, മറ്റേ ഇത് പഠിക്കാൻ നിയോഗിച്ച DGP പത്മകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ വെച്ചിരുന്നു, ഈ CI-മാരെ പോലീസ് സ്റ്റേഷനെ ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ അത് പോലീസിന്റെ ഒരു വേഗതയെ കുറച്ചുവെന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. IG അനൂപ് കുരുവിള ജോണൊക്കെ ആയിരുന്നല്ലോ സമിതിയിലെ അംഗങ്ങൾ, നമ്മുടെ DIG S ഹരിശങ്കറൊക്കെ. അപ്പം ഏതായാലും 484 പോലീസ് സ്റ്റേഷനുകളിൽ 108 പോലീസ് സ്റ്റേഷനുകളിൽ CI റാങ്കിലുള്ളവർ വരണം എന്നാണ് അവർ പറയുന്നത്. കാരണം അവിടെ ഭയങ്കര ഈ VIP ഡ്യൂട്ടിയാണ്. ഈ VIP ഡ്യൂട്ടിയാണ് ഈ പോലീസിനെ ഏറ്റവും അധികം കുഴപ്പിക്കുന്നത്. VIP ഡ്യൂട്ടിയും പോലീസിന് കിട്ടുന്ന ഈ കൊട്ടേഷനും, അതായത് ഈ പിരിവ് നടത്തി സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പണം നിറയ്ക്കാൻ
കൊടുക്കുന്ന ഒരു എന്താണ് ടാർജറ്റ് കൊടുക്കും. അതെ 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 അതുപോലെ നമ്മുടെ ഹലോ നമ്മളുടെ ഈ അതായത് അപ്പൊ ഈ SI-മാരുടെ ഇത് വീര്യം പോവും, SH ഉള്ളതുകൊണ്ട് അവര് വേറെ വഴിയായിട്ട് ഇങ്ങനെ ഇത് കണക്കും. അതുകൊണ്ട് സ്റ്റേഷനിലൊന്നും കറക്റ്റായിട്ട് ഇത് കിട്ടൂല. പിന്നെ നമ്മുടെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ രമേശ് ചെന്നിത്തലേന്റെ കുബേര എന്ന് പറഞ്ഞൊക്കെ കൊണ്ടുവന്നത് അതൊക്കെ ഒത്തിരി ഗുണം ചെയ്ത് ജനങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇത് മറ്റത് ജനങ്ങൾക്ക് എതിരായി പോയി പോലീസ് കംപ്ലൈന്റ്. ജനങ്ങൾക്ക് പേടിയായി, പോലീസിനെ പേടിച്ചിട്ട് ഒരു സ്റ്റേഷനിൽ പോയാൽ എങ്ങനെ വരും പുറത്തേക്ക് എന്നുള്ള രീതിയിലൊക്കെ വക്കീലായിട്ടൊക്കെ പോയിട്ട് പോലും വക്കീലിനെ ഇത് ചെയ്യുന്ന രീതിയായി ഇപ്പൊ പോലീസ് സമയം അതിക്രമിച്ചുകൊണ്ടാണ്. അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. വെയിറ്റ് ആൻഡ് വാച്ച് ഫോർ 6 minutes എന്നോട് ശ്രീമതി സൗമ്യ പറയുന്നു. മുരളീധരൻ നായർ MN എവിടെ പോയെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ട്, സന്തോഷം, കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. അങ്ങില്ലാതിരിക്കുമ്പോൾ ഒരു ബലക്കുറവാണ്. അപ്പോൾ കുബേരൻ കൊണ്ടുവന്ന രമേശാണെന്ന് പറയുന്നു. ഓക്കെ, ഒരു മരണ വീട്ടിൽ പോയി, അതാണ്. ഓക്കെ താങ്ക് യു. ഏതായാലും അവിടെ ഇരുന്ന് നമ്മുടെ പൊതുവേദിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ശ്രീ MN മുരളീധരൻ നായർ. അദ്ദേഹത്തിന് വളരെയധികം നന്ദി. ശ്രീ കൃഷ്ണൻകുട്ടി, അങ്ങേക്ക് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കും, സമയം അവസാനിച്ചു. നമസ്കാരം. കേരളത്തിലെ ഏറ്റവും ബ്രൂട്ടലും ക്രൂരമായ പോലീസ് ആക്ഷൻ എല്ലാം ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ്. അത്രയൊന്നും കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടില്ല. തൊഴിൽ സമരങ്ങളിൽ പോലും പോലീസ് ഇടപെടരുത് എന്ന് തീരുമാനമെടുത്തത് മുന്നിലുള്ള കാര്യമല്ലേ, സർക്കാരാണ്. അല്ല, മൊത്തം കണക്കെടുത്തോ ഈ കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷമുള്ള ഏറ്റവും വലിയ ബ്രൂട്ടലായിട്ടുള്ള ആക്ഷൻ. ഈ പഴയ കഥ എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഇത് പുതിയ കാലഘട്ടത്തിലെ പണ്ട് പോലീസ് എല്ലാവരും പണ്ടത്തെ പോലീസിന്റെ സാഹചര്യം മാറിയില്ലേ? അപ്പൊ പണ്ട് അവർ ചെയ്തിരുന്നു എന്നതുകൊണ്ട് ഇന്ന് ചെയ്യാനുള്ള ഒരു ന്യായീകരണം അതിനെ കാണാനേ കഴിയില്ല. ഇന്ന് നിങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ പരാജയത്തിന് ഒരു പ്രധാന കാരണം ഈ പോലീസാണെന്ന് ഇവിടെ സംസാരിച്ച ഒരു ഭൂരിപക്ഷം ആളുകളും ഏകകണ്ഠമായി പറയുകയാണ്, നിങ്ങളുടെ തന്നെ പാർട്ടിയിലുള്ള ആളുകൾ പോലും. ഇനിയെങ്കിലും നിങ്ങൾ ഈ തെറ്റിനെ ന്യായീകരിക്കരുത്. ശ്രീ ഇന്നലത്തെ ഉദാഹരണം വരെ ഇത് CPM ആണ് അധികാരത്തിലേക്ക് വരുന്നതുകൊണ്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നലെ പോലീസ് അത്രയും വലിയ ക്രൂരത ആ കോളനി പട്ടികജാതിക്കാരോട് ദളിതരോട് കാണിക്കില്ലായിരുന്നു. അതൊക്കെ ഞാൻ ഇനി ആ ചെടിച്ചട്ടി കഥയൊക്കെ എടുത്ത് പറയാതിരിക്കുക. അത് കോൺഗ്രസ് ആണുള്ളത്, ഭരണത്തിലുള്ളതെന്നുകൊണ്ടും കോൺഗ്രസിന്റെ സപ്പോർട്ട് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ന്യായീകരണം നല്ല രീതിയിൽ നടത്താം, ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ അത് ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഈ നമ്മുടെ ഗ്രൂപ്പിലിട്ടതുപോലെ 99 പോലീസ് നന്നാവാൻ കമ്മ്യൂണിസ്റ്റുകൾ തന്നെ ഭരിക്കണം. ശരി, നോക്കാം നമുക്ക്. ഏതായാലും ഈ രമേശ് ചെന്നിത്തലയ്ക്ക് പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്കൊന്ന് നോക്കാം. പക്ഷേ ഞാൻ ഈ വിഷയം പ്രേക്ഷകർക്ക് മുന്നിലും ചർച്ച ചെയ്തിരുന്നു. വലിയ വിഭാഗം ആളുകൾ രമേശ് ചെന്നിത്തലയിൽ വലിയ പ്രതീക്ഷയാണ് വയ്ക്കുന്നത് എന്നാണ് യൂട്യൂബിൽ നിന്ന് കിട്ടിയ കമൻറ്റുകൾ എനിക്ക് പറയുന്നത്. ആഭ്യന്തര വകുപ്പിൻ്റെ ശൈലി മാറ്റാൻ രമേശ് ചെന്നിത്തലയ്ക്കാകുമെന്നാണ് 89% ആളുകളും കരുതുന്നത്. ഒരു സർക്കാരിൻ്റെ വിജയവും ഒരു ആഭ്യന്തരമന്ത്രിയുടെ കാര്യക്ഷമതയും അളക്കപ്പെടുന്നത് വെറും സ്ഥലം മാറ്റങ്ങളിലൂടെയോ കടുത്ത പ്രസ്താവനകളിലൂടെയോ അല്ല. സാധാരണ ജനങ്ങൾക്ക് സുരക്ഷിതരായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാന ചോദ്യം. കേരളത്തിൽ ഇന്ന് ആവശ്യം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത, നിയമം നടപ്പിലാകുന്ന, ഉത്തരവാദിത്വബോധമുള്ള ഒരു പോലീസ് സംവിധാനമാണ്. കുറ്റവാളികളോട് കർശനമായി ഇടപെടുകയും സാധാരണ ജനങ്ങളോട് മാനുഷികമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു പോലീസ് സംസ്കാരം ഈ നാടിന് അനിവാര്യമാണ്. ലഹരി മാഫിയകളുടെയും ഗുണ്ടാസംഘങ്ങളുടെയും ഒക്കെ അതിക്രമങ്ങൾ നിയന്ത്രിക്കാൻ നിരപരാധികളെ അനാവശ്യമായി വേട്ടയാടാത്ത ഒരു പോലീസ് ഈ നാട്ടിലുണ്ടാകുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകൾ ജനങ്ങൾ ഭയക്കുന്ന ഇടങ്ങളാകരുത്. അവർക്ക് വിശ്വസിച്ച് കയറി ചെല്ലാൻ കഴിയുന്ന നല്ല ഇടങ്ങളായി പോലീസ് സ്റ്റേഷനുകൾ മാറും എന്ന വലിയ പ്രതീക്ഷയോടുകൂടി ജനം കാത്തിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ഉറ്റുനോക്കാം. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.